ഹായ് ഓൾ. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന പോർഷൻസ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ഓർ ഹംഗേറിയൻ മെത്തേഡ്, അതിലെ ടൈപ്പ് 1 ടൈപ്പ് 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്പ് 3 പ്രോബ്ലംസ് ആണ്. ടൈപ്പ് 3 പ്രോബ്ലംസ് ഈസ് ആൾസോ നോൺ ആസ് മാക്സിമൈസേഷൻ പ്രോബ്ലംസ്. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ആൻഡ് അസൈൻമെൻറ്റ് പ്രോഗ്രാംസ് സോ ആസ് ടു മാക്സിമൈസ് ടു പ്രോഫിറ്റ്. ഈ പ്രോബ്ലത്തിൽ മാക്സിമൈസ് എന്ന വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്, ടൈപ്പ് 3 പ്രോബ്ലം ആണ്. ഇവിടെ ഒരു ബോക്സിൽ അതിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. M1, M2, M3, M4 എന്നിവ മെൻ സൂചിപ്പിക്കുന്നു. അതുപോലെ J1, J2, J3, J4 എന്നിവ ജോബിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ബോക്സിലെ ഏറ്റവും വലിയ വാല്യൂ കണ്ടെത്തുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ബോക്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ ഏറ്റവും വലിയ വാല്യൂ 64 ആണ്. അപ്പോൾ അതൊന്ന് എടുത്തെഴുതുക. ഹയസ്റ്റ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു 64. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇപ്പോൾ സെലക്ട് ചെയ്ത ഈ 64ൽ നിന്നും, അതായത് ഹയസ്റ്റ് വാല്യൂവിൽ നിന്നും ഇതിലെ എല്ലാ വാല്യൂസും മൈനസ് ചെയ്ത് പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അതായത് 64 മൈനസ് 51 എത്രയായിരിക്കും? 13. അതുപോലെ 64 മൈനസ് 53 11, 64 മൈനസ് 54 10, 64 മൈനസ് 50 14 എന്ന രീതിയിൽ 64ൽ നിന്ന് എല്ലാ വാല്യൂസും മൈനസ് ചെയ്ത് പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ കിട്ടിയ പുതിയ ബോക്സാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ചെയ്യേണ്ടത് ടൈപ്പ് 1ലും ടൈപ്പ് 2ലും ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. അതായത് ഓരോ റോയുടെയും മിനിമം വാല്യൂ കണ്ടെത്തുക. അപ്പോൾ റോ മിനിമം എന്നെഴുതി ഈ സൈഡിൽ മിനിമം വാല്യൂസ് എഴുതി വയ്ക്കാം. ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ 10, സെക്കൻഡ് റോയിലെ മിനിമം വാല്യൂ എത്രയാണ്? 14, തേർഡ് റോയിലെ മിനിമം വാല്യൂ 3, ഫോർത്ത് റോയിലെ മിനിമം വാല്യൂ 0. പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ ടൈപ്പ് 1 ടൈപ്പ് 2 മെത്തേഡിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? റോ മിനിമം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് റോ റിഡക്ഷൻ ആണ്, അല്ലേ? അതായത് ഈ കണ്ടെത്തിയ ഓരോ മിനിമം വാല്യൂസും കറസ്പോണ്ടിങ് റോയിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ആണ് മിനിമം വാല്യൂ. അപ്പോൾ 13 മൈനസ് 10 3, 11 മൈനസ് 10 1, 10 മൈനസ് 10 0, 14 മൈനസ് 10 4. ഈ രീതിയിൽ ഓരോ മിനിമം വാല്യൂസും കറസ്പോണ്ടിങ് റോയിൽ നിന്ന് മൈനസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ബോക്സ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് റോ റിഡക്ഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇപ്പോൾ കിട്ടിയ ഈ ബോക്സിൽ നിന്നും ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ കണ്ടെത്തുക. ഫസ്റ്റ് കോളം എടുക്കുമ്പോൾ അതിലെ മിനിമം വാല്യൂ എത്രയാണ്? 1. സെക്കൻഡ് കോളത്തിലെ മിനിമം വാല്യൂ 0, തേർഡ് കോളത്തിൽ 0, ഫോർത്ത് കോളത്തിലും മിനിമം വാല്യൂ 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കോളം റിഡക്ഷൻ ചെയ്യണം. കോളം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കണ്ടെത്തിയ ഓരോ മിനിമം വാല്യൂസും കറസ്പോണ്ടിങ് കോളത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലെ എക്സാമ്പിൾ നോക്കുമ്പോൾ 1 ആണ് മിനിമം വാല്യൂ. അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 3 മൈനസ് 1 2, 3 മൈനസ് 1 2, 12 മൈനസ് 1 11, 1 മൈനസ് 1 0. ഇനി അടുത്ത കോളങ്ങൾ നോക്കുമ്പോൾ അതിലെ മിനിമം വാല്യൂ ഒക്കെ വരുന്നത് 0 ആണ്. 0 ഏതൊരു സംഖ്യയിൽ നിന്നും 0 മൈനസ് ചെയ്താൽ അതേ സംഖ്യ തന്നെയാണ് വരിക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിലെ വാല്യൂസിനൊന്നും ഒരു ചേഞ്ചസും വരില്ല. അപ്പോൾ ഇതേ വാല്യൂസ് അതുപോലെ അങ്ങനെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി കോളം റിഡക്ഷനും അപ്പോൾ കംപ്ലീറ്റ് ആയി. പിന്നീട് ചെയ്യേണ്ടത് എന്താ? റോ സ്കാനിങ്ങും ചെയ്യണം, കോളം സ്കാനിങ്ങും ചെയ്യണം. അപ്പോൾ റോ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ റോയിലും ഒരു 0 ഉണ്ടെങ്കിൽ മാത്രം അത് മാർക്ക് ചെയ്ത് അതിന് വേർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഒന്നിൽ കൂടുതൽ 0 ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്ത റോയിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ റോ സ്കാനിങ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഒറ്റ 0 മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് സ്ക്വയറിൽ മാർക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ അതിനൊരു വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. സെക്കൻഡ് റോ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ 2 0 വരുന്നുണ്ട്. 2 0 കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവാം. ദെൻ തേർഡ് റോയിലേക്ക് പോയപ്പോൾ അതിൽ ഒരൊറ്റ 0 മാത്രമേ കാണുന്നുള്ളൂ. സോ അത് മാർക്ക് ചെയ്തു, വേർട്ടിക്കൽ ലൈൻ വരച്ചു. ഫോർത്ത് റോ ചെക്ക് ചെയ്തപ്പോൾ അതിൽ 2 0 കാണാം. അതുകൊണ്ട് തന്നെ നമുക്കത് സ്കിപ്പ് ചെയ്യാം. സോ നൗ റോ സ്കാനിങ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? കോളം സ്കാനിങ് ആണ്. കോളം സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓരോ കോളവും ചെക്ക് ചെയ്ത് അതിൽ ഒരു 0 മാത്രം ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് അതിന് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഒന്നിൽ കൂടുതൽ 0 വന്നു കഴിഞ്ഞാൽ ആ കോളം സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളം ഇതാണ്. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒറ്റ 0 മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആ 0 മാർക്ക് ചെയ്തു, അതിന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി സെക്കൻഡ് കോളം നോക്കുക. സെക്കൻഡ് കോളം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 0 ഇവിടെ കാണാം. ഇത് നമ്മൾ ഓൾറെഡി വെട്ടിക്കളഞ്ഞു. അപ്പോൾ ബാക്കി നോക്കുമ്പോൾ ഒരു 0 കാണാം. അപ്പോൾ ആ 0 മാർക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. പിന്നെ തേർഡ് കോളവും ഫോർത്ത് കോളവും നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് കൊണ്ട് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി
റോ സ്കാനിങ്ങിനെ റെഡ് ഇങ്ക് കൊണ്ടും അതുപോലെ കോളം സ്കാനിങ്ങിനെ ബ്ലൂ ഇങ്ക് കൊണ്ടും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിലെ റോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും അതുപോലെ സീറോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. റോസിൻ്റെ എണ്ണം 1 2 3 4. ഓക്കെ, ഇനി സീറോസിൻ്റെ എണ്ണം 1 2 3 4. അപ്പോൾ രണ്ടും ഈക്വൽ ആണല്ലോ. സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ എന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണണം. ടോട്ടൽ കോസ്റ്റ് കാണുന്നതിന് മുന്നേ നമുക്കൊരു 3 ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെയാ? ഒന്ന് ജോബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ? J1 J2 J3 J4. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, ജോബ് J1 J2 J3 J4. സെക്കൻഡ് ബോക്സിൽ മെൻ എന്നും ലാസ്റ്റ് ബോക്സിൽ കോസ്റ്റ് എന്നും കൊടുക്കുക. ഇനി മെൻ ഓരോ ജോബിൻ്റെ നേരെ ഏത് മെന്നിനെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത് എന്നത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ബോക്സിലേക്ക് നോക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജോബ് ആർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ജോബ് ആർക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്? തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ നേരെ എന്ത് കൊടുക്കണം? M3. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നതും അത് തന്നെയാണ്, M3. ഇനി സെക്കൻഡ് ജോബ് അസൈൻ ചെയ്തിരിക്കുന്ന ആർക്കാണ്? സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലേ? അപ്പോൾ M2 എന്ന് എഴുതാം. ഇനി അതുപോലെ തേർഡ് ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത് ഫോർത്ത് പേഴ്സൺ ആണ്. സോ അതിൻ്റെ നേരെ M4 എന്ന് കൊടുക്കാം. അതുപോലെ ഫോർത്ത് ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പോൾ അതിൻ്റെ നേരെ J4ന് നേരെ M1 എന്ന് കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഈ റൗണ്ട് ചെയ്തിട്ടുള്ള സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതേ സ്ഥാനത്ത് വരുന്ന കോസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്രയാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. അതങ്ങ് ടോട്ടൽ ചെയ്താൽ ആൻസറായി. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ 0 മാർക്ക് ചെയ്തിരിക്കുന്നത് തേർഡ് പൊസിഷനിലാണ്. ഫസ്റ്റ് റോയിൽ തേർഡ് പൊസിഷൻ. അതേ പൊസിഷനിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് കോസ്റ്റ് തന്നിരിക്കുന്നത് നോക്കാം. നോക്കൂ, 54 അല്ലേ? യെസ്. പ്ലസ് ഇനി സെക്കൻഡിൽ എവിടെയാണ്? സെക്കൻഡ് പൊസിഷനിലാണ്. അവിടുത്തെ വാല്യൂ എത്രയാണ്? 50. പ്ലസ് തേർഡ് ജോബിൻ്റെ ഏതാണ്? ലാസ്റ്റ് പൊസിഷനാണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ 61. പ്ലസ് അടുത്തത് ഫസ്റ്റ് പൊസിഷനിലാണ് 0 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ വാല്യൂ അതിൻ്റെ കോസ്റ്റ് 63. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 228 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. മാക്സിമൈസേഷൻ മെത്തേഡിലെ ഫസ്റ്റ് ടൈപ്പാണ് ഇത്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നത് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ കുറച്ച് തിയറി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതായത് റോസിൻ്റെയും സീറോസിൻ്റെയും എണ്ണം ഈക്വൽ ആയി വരുന്ന കേസിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചില കേസിൽ ഈക്വൽ അല്ലാത്ത കേസും വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്റ്റെപ്പ് കൂടി ഈ തിയറി പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അതിനുശേഷം പ്രോബ്ലം ചെയ്യുമ്പോൾ വീണ്ടും ഒന്ന് വായിക്കാം. മാക്സിമൈസേഷൻ പ്രോബ്ലംസ് സ്റ്റെപ്സ്. Phase 1, connect it into a minimization problem by subtracting all the elements from the largest element. നമ്മൾ ഫസ്റ്റ് ചെയ്തത് എന്തായിരുന്നു? ആ ബോക്സിലെ ഏറ്റവും വലിയ വാല്യൂ കണ്ടെത്തി അതിൽ നിന്നും എല്ലാ വാല്യൂസും മൈനസ് ചെയ്യാം. സെക്കൻഡ്, റോ ആൻഡ് കോളം റിഡക്ഷൻ. ഓക്കെ, തേർഡ് എന്താ നമ്മൾ ചെയ്തത്? ഒപ്റ്റിമൈസേഷൻ. അതായത് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്യണം? സ്റ്റെപ്പ് 1, ഡ്രോ എ മിനിമം നമ്പർ ഓഫ് ലൈൻ ടു കവർ ഓൾ ദ സീറോസ് ഓഫ് ദ മാട്രിക്സ്. അതിന് ചെയ്യുന്ന സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? റോ സ്കാനിങ് ചെയ്യണം, കോളം സ്കാനിങ് ചെയ്യണം. ഓർ റിപ്പീറ്റ് ദിസ് പ്രൊസീജിയർ. ചെക്ക് വെദർ ഓൾ ദ സീറോസ് ആർ കവേർഡ് വിത്ത് സീരീസ്. അപ്പോൾ അവിടെ എല്ലാ സീറോസും കവർ ചെയ്തിട്ടുണ്ടോ, മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇഫ് യെസ്, അങ്ങനെയാണെങ്കിൽ, അതായത് സീറോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ ആണ് എങ്കിൽ ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അതായത് ഈ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് കാണാമെന്ന്. അതല്ല, നിങ്ങൾക്ക് സീറോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ അല്ല, ഇവിടെ 3ഉം ഇവിടെ 4ഉം ആയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇഫ് നോ, സെലക്ട് ദ സീറോസ് ഡയഗണലി ഓപ്പോസിറ്റ് വിത്ത് ഈച്ച് അതർ എന്ന് വെച്ചാൽ അതിന് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. ഡയഗണലിൽ വരുന്ന സീറോസ് സെലക്ട് ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഈ തിയറി പാർട്ട് വായിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റെപ്പ് 2ൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അങ്ങനത്തെ കേസിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് അതിൽ സ്ക്വയേഴ്സിൻ്റെ എണ്ണവും മാർക്ക് ചെയ്ത സ്ക്വയേഴ്സിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ നോക്കുക. അതായത് സീറോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇഫ് യെസ്, ട്രീറ്റ് ദ സൊല്യൂഷൻ ആസ് മാർക്ക്ഡ് ബൈ ദ സ്ക്വയേഴ്സ് ആസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. അതല്ല, ഇഫ് നോ ആണെങ്കിൽ, അങ്ങനെയല്ല വരുന്നത് എങ്കിൽ നേരെ സ്റ്റെപ്പ് 3ലേക്ക് പോവാം. സ്റ്റെപ്പ് 3 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതും ഇനി പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുക. ഐഡൻറ്റിഫൈ ദ മിനിമം വാല്യൂ ഓഫ് ദ അൺഡിലീറ്റഡ് സെൽ വാല്യൂസ്. കോപ്പി, ആഡ്, സബ്സ്ട്രാക്ട്, ഗോ ടു സ്റ്റെപ്പ് 1. ഈ സ്റ്റെപ്പൊക്കെ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ആ ടൈപ്പിലുള്ള പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ സോൾവ് ദ ഫോളോയിങ് അസൈൻമെന്റ് പ്രോബ്ലം ടു മാക്സിമൈസ് സെയിൽസ്. അപ്പോൾ മാക്സിമൈസ് എന്ന വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്ത് പ്രോബ്ലം ആയിരിക്കും? മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ബോക്സിൽ 1, 2, 3, 4 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെറിറ്ററീസിനെയാണ്. ABCD എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? സെയിൽസ്മാനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആ ബോക്സിൽ ഏറ്റവും വലിയ വാല്യൂ കണ്ടെത്തുക. അത് എത്രയാണ്? 45. ഹയസ്റ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 45. പിന്നീട് ചെയ്യേണ്ടത് എന്താ? ഈ ബോക്സിലെ എല്ലാ വാല്യൂസും ഈ 45ൽ നിന്ന് മൈനസ് ചെയ്യാം. അങ്ങനെ പുതിയൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ആ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 45ൽ നിന്ന് എല്ലാ വാല്യൂസും മൈനസ് ചെയ്ത ബോക്സ്. പിന്നീട് ചെയ്യേണ്ടത് റോ മിനിമം കണ്ടെത്തുക. ഓരോ റോയിലെയും മിനിമം വാല്യൂ കണ്ടെത്തി ഈ സൈഡിൽ എഴുതുന്നു. പിന്നീട് എന്താ ചെയ്യേണ്ടത്? റോ റിഡക്ഷൻ ചെയ്യുക. അതായത് ഇപ്പം കണ്ടെത്തിയ ഓരോ മിനിമം വാല്യൂവും ഓരോ റോയിൽ നിന്നും മൈനസ് ചെയ്യാം. അങ്ങനെ പുതിയൊരു ബോക്സ് കിട്ടുന്നു. പിന്നീട് ഈ ബോക്സിലെ ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ കണ്ടെത്തി താഴെ എഴുതുന്നു. പിന്നീട് എന്താ ചെയ്യുക? കോളം റിഡക്ഷൻ. കോളം റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടെത്തിയ ഓരോ മിനിമം വാല്യൂ ഓരോ കോളത്തിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടിയ ആൻസറാണ് ഈ ബോക്സിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എന്താണ്? റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും എന്ന് വെച്ചാൽ ഓരോ റോയിലും ഒരു 0 ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ ചെക്ക് ചെയ്തപ്പോൾ ഒരു 0 മാത്രമുണ്ട്, അത് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. സെക്കൻഡ് റോ നോക്കിയപ്പോഴോ 2 0 ഉണ്ട്, അത് മാർക്ക് ചെയ്യാൻ പാടില്ല. തേർഡ് റോ നോക്കിയപ്പോൾ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യുക, അടുത്ത റോയിലേക്ക് പോവുക. അടുത്ത റോ നോക്കിയപ്പോൾ 3 0 കാണുന്നുണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോ സ്കാനിങ് കഴിഞ്ഞു. ഇനി കോളം സ്കാനിങ് ആണ് അടുത്ത് ചെയ്യുന്നത്. കോളം സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കോളത്തിലും ഒരു 0 ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോളം ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അതിനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് കോളം നോക്കിയപ്പോൾ എന്താ അവിടെ പ്രത്യേകത? 2 0 കാണുന്നുണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തതോ തേർഡ് കോളം നോക്കാം. തേർഡ് കോളം നോക്കിയപ്പോഴോ എന്താ അവിടെ സംഭവിച്ചത്? ഒറ്റ 0 മാത്രം കാണുന്നുണ്ട്. സോ നമുക്കത് മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കോളം സ്കാനിങ്ങിന് ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് കോളം നോക്കിയപ്പോൾ ഒറ്റ 0 മാത്രം കണ്ടു, മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി ബാക്കി വരുന്നത് ഈ കോളാണ്. ഈ കോളത്തിൽ ഇനി ബാക്കിയുള്ളത് ഏതാ? 6, 4, 4. അതിൽ 0 ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റോ സ്കാനിങ്ങും കഴിഞ്ഞു, കോളം സ്കാനിങ്ങും കഴിഞ്ഞു. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യണം. എല്ലാ റോയിലും 0 കവർ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റോയിൽ ഓക്കെയാണ്, ഈ 0 കവർ ചെയ്തിരുന്നു. ഇനിയോ ബാക്കിയുള്ളതിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഒരു 0 വീണ്ടും വരുന്നുണ്ട്. അതായത് 0 0 എന്നുള്ള രീതിയിൽ ഇവിടെ കടന്നിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീണ്ടും റോ സ്കാനിങ് ചെയ്യാം. അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് റോ നോക്കുമ്പോൾ അതിൽ ഇനി ഒന്നുമില്ല, 0 ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഇനി സെക്കൻഡ് റോ നോക്കുമ്പോൾ ഈ 0 കട്ട് ചെയ്തതാണ്, ബാക്കി നോക്കുമ്പോൾ ഒരു 0 കാണാം. അപ്പോൾ ഈ ഒരു 0 മാത്രമായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? വീണ്ടും റോ സ്കാനിങ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു 0 മാത്രം മാർക്ക് ചെയ്ത് ഒരു വെർട്ടിക്കൽ ലൈൻ അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞു. റോ സ്കാനിങ് രണ്ടാമത് ചെയ്യേണ്ടി വന്നതാണ് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിലെ റോസിൻ്റെ എണ്ണവും ഈ സീറോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന്. റോസ് എത്ര ഉണ്ട്? 4 ആണ് അല്ലേ? 4 റോസ്. അതുപോലെ സീറോസ് മാർക്ക് ചെയ്തത് 3 ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. അപ്പോൾ നമുക്കിത് വീണ്ടും ചെയ്യേണ്ടി വരും. ആ ഒരു സ്റ്റെപ്പിലേക്കാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈക്വൽ അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റെപ്പ് തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ട്, നമ്മൾ ആ തിയറി പാർട്ടിൽ വായിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ബോക്സിലെ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസ് ഉണ്ടല്ലോ. ഇതിലിപ്പോൾ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസ് 3, 3, 3, 6, 4, 4. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തുക. ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 3. ഓക്കെ, അതൊന്ന് എടുത്ത് എഴുതാം. ഹിയർ ദ മിനിമം വാല്യൂ ഓഫ് നൺ ഡിലീറ്റഡ് സെൽ വാല്യൂ ഈസ് ഈക്വൽ ടു 3. പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതൊക്കെ കണ്ടെത്തുക. ഇൻ്റർസെക്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റോയും കോളും തമ്മിൽ കൂട്ടിമുട്ടില്ല, പ്ലസ് എന്ന രീതിയിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് വരുന്ന വാല്യൂ ഏതൊക്കെയാണ് നോക്കുക. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു 0 കാണാം, കണ്ടോ? പ്ലസ്. ഇവിടെ ഒരു 1ഉം കാണാം, കണ്ടോ? പ്ലസ്സിൽ വരുന്ന വാല്യൂസാണ്. അപ്പോൾ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ പോയിന്റിൽ വരുന്ന വാല്യൂസ് ഒന്ന് എടുത്ത് എഴുതുക. ഏതൊക്കെയാണ്? 0യും 1ഉം. അപ്പോൾ അതുകൂടി ഇവിടെ എടുത്ത് എഴുതി. ഇൻ്റർസെക്ഷൻ പോയിന്റ് 0, 1. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇതിലെ ഡിലീറ്റ് ചെയ്യാത്തതിലെ ഏറ്റവും ചെറിയ വാല്യൂ 3 എന്നല്ലേ എടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 3 എന്ന വാല്യൂ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഈ വാല്യൂസിൻ്റെ കൂടെ മൈനസ് ചെയ്ത് ചേർക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? 3 - 3 0, 3 - 3 0, 3 - 3 0. അപ്പോൾ ഇതൊക്കെ 0 ആയി പോകും. ഇത് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തത് കൊണ്ട് ഇതേ വാല്യൂ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ മൊത്തം എന്തായി മാറി? 0 ആയി മാറി.
അടുത്തത് എന്താ വരിക? 6 മൈനസ് 3 3, 4 മൈനസ് 3 1, 4 മൈനസ് 3 1, അതുപോലെ 0 അതുപോലെ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് 0, ഇവിടെയോ 3 1 1 എന്ന രീതിയിൽ വരും. കണ്ടോ, ഇവിടെ ഫുള്ള് 0, ഇവിടെ 3 1 1 0. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു ഇന്റർസെക്ഷൻ പോയിന്റ് 0യും 1ഉം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ കണ്ടെത്തിയ ഈ 3 ഉണ്ടല്ലോ, മിനിമം വാല്യൂ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക വേണ്ടത്. മറ്റത് മൈനസ് ചെയ്യല്ലേ ചെയ്തത്, ഇവിടെ ആഡ് ചെയ്യണം ഇന്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ. ഓർത്ത് വയ്ക്കുക, ഇന്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം, അല്ലാതെ വരുന്ന എലമെന്റ്സിൻ്റെ കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അതുപോലെ തന്നെ 0 0 0 ഇതിൻ്റെ കൂടെ മാത്രം ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 എന്നുള്ളത് എന്താവും? 0 + 3 3. പിന്നെ 1 0 0, ഈ 1ൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. അപ്പോൾ 1 + 3 4. അപ്പോൾ 0യ്ക്കും 1നും പകരം മാത്രം 1 എന്നും 4 എന്നും വരും. കണ്ടോ, ബാക്കി വാല്യൂസ് എല്ലാം സെയിം തന്നെ. 3 ഇവിടെ 3 ആഡ് ചെയ്യുമ്പോൾ 0 + 3 3, അതുപോലെ ഇവിടെ 1 ആയിരുന്നു, 1 + 3 4 ആയി മാറി. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ ബോക്സ് കിട്ടി. ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇങ്ങനെ ഈക്വൽ അല്ലാത്ത കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തുക. ഇവിടെ 3 ആണ്. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ 3 ഈ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ ഭാഗത്ത് ആ വാല്യൂസ് വേണം എഴുതാൻ. പിന്നെ അതുപോലെ ഇന്റർസെക്ഷൻ പോയിന്റ് കണ്ടെത്തുക. ഇവിടെ 0യും 1, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുക. അപ്പോൾ 0 + 3 3, 1 + 3 4 എന്ന രീതിയിൽ പുതിയൊരു ബോക്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും വീണ്ടും ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു 0 മാത്രമേ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ 2 0 വരുന്നുണ്ട്, സോ നമുക്ക് സ്കിപ്പ് ചെയ്യാം. സെക്കൻഡ് റോയിൽ 3 0 വരുന്നുണ്ട്, അപ്പോൾ വീണ്ടും സ്കിപ്പ് ചെയ്ത് അടുത്തതിലേക്ക് പോവുക. വീണ്ടും 3 0 വരുന്നു, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുക. അടുത്തതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും 2 0 വരുന്നുണ്ട്, അപ്പോൾ റോ സ്കാനിങ്ങിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോളം സ്കാനിങ് ചെയ്യാം. കോളം സ്കാനിങ് ചെയ്യാന്ന് പറയുമ്പോൾ കോളത്തിൽ ഒരു 0 ഉണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിന് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ 3 0 കാണുന്നുണ്ട്, അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുമ്പോൾ 2 0 കാണുന്നുണ്ട്, അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാർക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തതിൽ 4 0 വരുന്നുണ്ട്, അപ്പോൾ അവിടെയും ഒന്നിൽ കൂടുതൽ 0 വരുന്നുണ്ട്, നമുക്ക് അവിടെയും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ കോളം നോക്കുമ്പോൾ ഒരൊറ്റ 0 മാത്രം കാണുന്നുണ്ട്. ഒറ്റ 0 മാത്രം ഉണ്ടെങ്കിലാണ് നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറ്റ 0 ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ കോളം സ്കാനിങ് കംപ്ലീറ്റ് ആയി. എന്നാൽ ഇവിടെ ഒരൊറ്റ ലൈൻ മാത്രമല്ലേ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഇവിടെ തൊട്ട് മുന്നേ നിങ്ങൾക്ക് സ്റ്റെപ്പ് 2ൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞത്, ആ തിയറി നോട്ടിൽ പറഞ്ഞു തന്നത്. അതായത് നോക്കൂ, ഇഫ് യെസ് ഗോ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. അതായത് കറക്റ്റായിട്ടാണ് പോകുന്നതെങ്കിൽ, റോസിൻ്റെയും സീറോസിൻ്റെ എണ്ണം ഈക്വൽ ആയിട്ടാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അതല്ല, ഇഫ് നോ, അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സെലക്ട് ദ സീറോസ് ഡയഗണലി ഓപ്പോസിറ്റ് വിത്ത് ഈച്ച് അതർ. അതിലെ ഡയഗണലിൽ വരുന്ന സീറോസ് സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിനി ഒന്നുകൂടി പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റെപ്പ് 2ൽ പറയുന്നത് എന്താ? ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ ശേഷം, മാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലെ സീറോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ ആണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ് ദ സൊല്യൂഷൻ ആസ് മാർക്ക്ഡ് ബൈ ദ സ്ക്വയേഴ്സ് ആസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അല്ലെങ്കിൽ സ്റ്റെപ്പ് 3ലേക്ക് പോവാം. നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് ആകെ കോളം സ്കാനിങ്ങിൽ ഒരൊറ്റ കോളം മാത്രമാണ് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, അസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അത് മാർക്ക് ചെയ്തു, പക്ഷെ ബാക്കിയുള്ളതൊക്കെ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയാണ് വന്നത് എങ്കിൽ അതിലെ ഡയഗണൽ എലമെൻസിൽ 0 ഉണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്യുക. ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ചെരിഞ്ഞ് കോണോട് കോൺ വരില്ലേ, അതിനെയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു 0 നമുക്ക് മാർക്ക് ചെയ്യാം. ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് മറ്റൊന്നും ഉണ്ടായിരിക്കണം, എന്നാലാണ് അത് ഡയഗണൽ ഷേപ്പിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 0 മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത് കഴിഞ്ഞ വഴിക്കന്നെ അതിനെന്ത് വരയ്ക്കണം? വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി ഈ 0ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാ? ഇതല്ലേ. അപ്പോൾ അതും ഈ ഡയഗണലിൽ വരുന്നതാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു, വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. പിന്നീട് ഈ 0ക്ക് ഓപ്പോസിറ്റ് വരുന്നത്, നേരെ വരുന്നതല്ല ഓപ്പോസിറ്റ് വരുന്നത് നോക്കുക. അപ്പോൾ എന്നാലേ ഡയഗണലിലെ എലമെൻറ്റ്സ് ആവുള്ളൂ. അപ്പോൾ അതും മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ വേർട്ടിക്കൽ ലൈൻ കംപ്ലീറ്റ് ആയി. പിന്നെ വരുന്നത് ഈ 0 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഈ ഡയഗണലിൽ മൊത്തം 0 നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മാത്രമാണ് നമുക്ക് ഒരൊറ്റ 0 മാത്രമേ ആദ്യം നമ്മൾ ആ സ്കാനിങ്ങിൽ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കേസിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്, ഡയഗണലിൽ വരുന്ന ഈ സീറോസ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 4 സീറോസ് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് നോക്കാം റോസിൻ്റെ എണ്ണവും അതിലെ സീറോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന്. റോസ് 1 2 3 4 റോസ് ഉണ്ട്, സീറോസിൻ്റെ എണ്ണവും 1 2 3 4. ഇപ്പോൾ ഈക്വൽ ആയല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയി. 4 zeros ഈസ് ഈക്വൽ ടു 4 റോസ്. സോ ദ സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണ്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ 3 ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ടെറിറ്ററീസ്, സെയിൽസ്മാൻ എന്നാണ്. അപ്പോൾ സെയിൽസ്മാനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ABCD എന്നിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ടെറിറ്ററീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ എന്തിനാ അസൈൻ ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ്. അപ്പോൾ എക്ക് നേരെ ഫസ്റ്റ്, ബിക്ക് നേരെ എന്ത് കൊടുക്കാം? സെക്കൻഡ്, സിക്ക് നേരെ തേർഡ്, ഡിക്ക് നേരെ ഫോർത്ത് എന്ന രീതിയിൽ നമുക്ക് അതേപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെയൊക്കെ കോസ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് നോക്കൂ, 45. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 0, അതായത് ഇവിടെ എത്രയാണ് വരുന്നത്? 29. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ 29 എഴുതി. പിന്നെ തേർഡ് ക്വസ്റ്റ്യനിൽ ഇവിടെ എത്ര വരുന്നത്? 20 പ്ലസ് അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യനിൽ എത്ര വരുന്നത്? 10. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 104 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ റോസിൻ്റെ എണ്ണവും സീറോസിൻ്റെ എണ്ണവും ഈക്വൽ അല്ലാത്ത കേസിലാണ് ഈ ഒരു സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക. അതായത് ഇങ്ങനെ ഡയഗണലിൽ വരുന്ന സീറോസ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതിന് മുന്നേ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലെ ഡിലീറ്റ് ചെയ്യാത്ത എലമെൻസിലെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തി അത് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുകയും ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ കൂട്ടുകയും വേണം. എന്നിട്ടാണ് ഈ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത പ്രോബ്ലം നോക്കാം. Find the assignment of mechanics to the job that will result in maximum profit. മാക്സിമം പ്രോഫിറ്റ് ജോബ് എന്നും മെഷീൻസ് എന്നും തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഇത് ഹോംവർക്കായിട്ട് തന്നതാണ്. ഇത് ഓൾറെഡി ചെയ്തതാണോ എന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. 62 78 മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ഇല്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോംവർക്കായി ചെയ്യാവുന്നതാണ്. ഇതേപോലെ ചെയ്യാനുള്ള മറ്റൊരു പ്രോബ്ലമാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം നോക്കുക. സോൾവ് ദ ഫോളോയിങ് അസൈൻമെന്റ് പ്രോബ്ലം ടു മാക്സിമൈസ്. ഇതും എന്താണ്? മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഇതേപോലെ തന്നിരിക്കുന്ന കോളത്തിലെ ഏറ്റവും വലിയ വാല്യൂ കണ്ടെത്തുക. എന്നിട്ട് ബാക്കി സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, പിന്നെ മറ്റൊരു പ്രോബ്ലം കൂടി ഹോംവർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. In a workshop, 4 persons are available for working on the 4 jobs, but only 1 person can work on any one job. The following table shows the profit of assigning each person to each job. Calculate profit resulting from assignment. പിന്നെ ബോക്സിൽ അതിൻ്റെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ടൈപ്പ് 4 അസൈൻമെന്റ് പ്രോബ്ലത്തിൽ ടൈപ്പ് 4 ആണ് വരുന്നത്. നമുക്കറിയാം അസൈൻമെന്റ് പ്രോബ്ലം തന്നെ ദർ ആർ 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ഉണ്ട്, അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 4 അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് അല്ലെങ്കിൽ റൂൾസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ കുറച്ച് തിയറി പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കാം. An assignment problem is called an unbalanced assignment problem whenever the number of tasks is not equal to the number of facilities. അസൈൻമെന്റ് പ്രോബ്ലം അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആണ് എന്ന് പറയണമെങ്കിൽ അതിലെ ടാസ്കിന്റെ എണ്ണവും അതുപോലെ ഫെസിലിറ്റീസിന്റെ എണ്ണവും ഈക്വൽ ആവില്ല. അതിനെയാണ് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയാം. Thus, the cost matrix of an unbalanced assignment problem is not a square matrix. അതുകൊണ്ട് തന്നെ അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലത്തിലെ മെട്രിക്സ് ഒരിക്കലും സ്ക്വയർ മെട്രിക്സ് ആവില്ല. എന്താണ് ഈ സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? 4 റോസും 4 കോളും അങ്ങനെ പറയില്ലേ? ഒരേ ഈക്വൽ ആയിട്ട് റോസും കോളും എണ്ണം വരുന്നതിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം. പിന്നെ ഫോർ ദ സൊല്യൂഷൻ ഓഫ് സച്ച് പ്രോബ്ലംസ് വി ആഡ് ഡമ്മി റോസ് ഓർ കോളംസ് ടു ദ ഗിവൺ മാട്രിക്സ് ടു മേക്ക് ഇറ്റ് എ സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആണ് നിങ്ങൾക്ക് തന്നത് എങ്കിൽ അതിൻ്റെ മെട്രിക്സ് ഒരിക്കലും സ്ക്വയർ ആവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്വയർ ആക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഡമ്മി റോയോ ഡമ്മി കോളമോ ആഡ് ചെയ്യാം. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ടൈപ്പ് 4ൽ ഡിസ്കസ് ചെയ്യുന്നത്. The cost in these dummy rows or columns are taken to be 0. അങ്ങനെ ഡമ്മി റോയോ ഡമ്മി കോളമോ നിങ്ങൾ എടുക്കുമ്പോൾ അതിലെ വാല്യൂസ് എപ്പോഴും 0 ആയിട്ടാണ് എടുക്കേണ്ടത്. Now the problem reduces to the balanced assignment problem and can be solved by assignment algorithm. ഓക്കെ, അങ്ങനെ ആ പ്രോബ്ലത്തെ മാറ്റിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആക്കി മാറ്റാം. എന്നിട്ട് നമുക്കത് സാധാരണ രീതിയിൽ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് ജോബ്സ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോൾ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ജോബ്സ് ഈസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ്. അതാണ് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത. അതായത് ജോബ്സിന്റെ എണ്ണവും പേഴ്സൺസിന്റെ എണ്ണവും ഈക്വൽ അല്ലാതെ വരുന്ന അവസ്ഥയാണ് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് എന്ന് വേറെ രീതിയിലും പറയാം. ഓക്കെ, അതായത് കോളത്തിന്റെയും റോയുടെയും എണ്ണം ഈക്വൽ ആവില്ല. അതിനെയാണ് അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അതിന്റെ സൊല്യൂഷൻ ചെയ്യുന്ന ആ സ്റ്റെപ്പ് വീണ്ടും ഒന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. എന്താണ്, റോസിന്റെയും കോളത്തിന്റെയും എണ്ണം ഈക്വൽ അല്ലാത്ത രീതിയിലാണ് വന്നത് എങ്കിൽ ആഡ് ഡമ്മി റോസ് ഓർ കോളംസ്. ഏതാണോ കുറവ് വെച്ചാൽ അത് ആഡ് ചെയ്യാം. ഒന്നുകിൽ റോ ആഡ് ചെയ്യുക അല്ലെങ്കിൽ കോളം ആഡ് ചെയ്യാം. ഫസ്റ്റ് ഇൻ ദയർ ഡമ്മി റോസ് ഓർ കോളംസ് ടേക്കൺ ടു ബി സീറോസ്. അപ്പോൾ അവിടെ ഡമ്മി റോയിലും കോളത്തിലും 0 ആണ് വാല്യൂ ആയിട്ട് എടുക്കേണ്ടത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ 1 2 3 4 എന്തിനെ സൂചിപ്പിക്കുന്നു? മെൻ. അതുപോലെ ABC എന്തിനെ സൂചിപ്പിക്കുന്നു? ജോബ്സിനെ. അപ്പോൾ അതിന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇതാണ് അതിലെ ബോക്സ്. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന അസൈൻമെന്റ് പ്രോബ്ലം ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ ഒന്ന് ജസ്റ്റ് നോക്കുക. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ. ഇത്രയേ ഉള്ളൂ. ഇതിലെ റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. നമുക്കൊന്ന് നോക്കാം. റോസിന്റെ എണ്ണം നോക്കൂ 1 2 3. കോളത്തിന്റെ എണ്ണം നോക്കൂ 1 2 3 4. ഈക്വൽ ആണോ? റോസിന്റെ എണ്ണം 3, കോളത്തിന്റെ എണ്ണം 4 ആണ്. അപ്പൊ ഈക്വൽ അല്ല എന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ നോക്കൂ, നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 3, നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു 4. therefore നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് ബാലൻസ്ഡ് ആക്കണം. ഇവിടെ എന്തിനാണ് കുറവ്? റോയ്ക്കാണോ കോളത്തിനാണോ കുറവ്? റോയ്ക്കല്ലേ കുറവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ റോയുടെ സ്ഥാനത്ത് ഒരു ഡമ്മി റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഇല്ലാത്ത എണ്ണം കുറവുള്ള ആ റോയിൽ 0 ആഡ് ചെയ്ത് കൊടുത്തിട്ട് 4ാമത്തെ റോ ആക്കി അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ സോ ഇറ്റ് ഈസ് ആൻ അൺബാലൻസ്ഡ് അസൈൻമെന്റ് പ്രോബ്ലം. സോ ആഡ് എ ഡമ്മി റോ. ഇവിടെ റോ ആഡ് ചെയ്യാൻ കാരണം എന്താ, റോ ആണ് കുറവുള്ളത്. അപ്പോൾ ഒരു ഡമ്മി റോ ആഡ് ചെയ്യുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതേപോലെ എഴുതിയെടുക്കുക. ലാസ്റ്റ് D എന്ന് കൊടുത്തിട്ട് അതിന്റെ നേരെ 0 0 0 എന്ന് കൊടുക്കുക. അതാണ് അതിന്റെ ഡമ്മി റോ. കണ്ടോ, ഡമ്മി റോ എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ തന്നിരിക്കുന്ന മെട്രിക്സിനെ എന്താക്കി മാറ്റി? ഇപ്പൊ സ്ക്വയർ മെട്രിക്സ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, റോസിന്റെ എണ്ണം 1 2 3 4, കോളത്തിന്റെ എണ്ണം 1 2 3 4. രണ്ടും ഈക്വൽ ആയാലോ? അപ്പോൾ അത് സ്ക്വയർ മെട്രിക്സ് ആയി. അതായത് റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും ഈക്വൽ ആയാൽ മാത്രമാണ് ആ മെട്രിക്സിനെ എന്ത് വിളിക്കുള്ളൂ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡമ്മി റോ, ഇവിടെ റോ ആണ് കുറവ് അതുകൊണ്ട് റോ ആഡ് ചെയ്തു. അല്ല, കോളമാണ് കുറവെങ്കിൽ കോളം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ബോക്സ് ഇങ്ങനെ മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അതിലെ റോ മിനിമം വാല്യൂ കണ്ടെത്തുക. ഓരോ റോയിലെയും ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ 18, സെക്കൻഡ് റോയിലെ മിനിമം വാല്യൂ 8, തേർഡ് റോയിലെ 10, ലാസ്റ്റ് റോയിലെ 0. ഇനി എന്ത് ചെയ്യണം? റോ റിഡക്ഷൻ ചെയ്യാം. അതായത് ഈ കണ്ടെത്തിയ ഓരോ മിനിമം വാല്യൂ അതായത് കറസ്പോണ്ടിങ് റോസിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. പിന്നീട് കോളം മിനിമം കാണാം. ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ കണ്ടെത്തി എഴുതുക. ആ കണ്ടെത്തിയ വാല്യൂസ് എന്ത് ചെയ്യുക? ഓരോ കോളത്തിൽ നിന്ന് മൈനസ് ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഇതൊക്കെ 0 ആയതുകൊണ്ട് ഇതേ വാല്യൂസ് തന്നെയാണ് വീണ്ടും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും. എന്ന് വെച്ചാൽ ഓരോ ബോക്സിലും അല്ല ഓരോ റോയിലും ഒരു 0 ഉണ്ടെന്ന് നോക്കുക. മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഫസ്റ്റ് റോയിൽ ഒരു 0 ഉണ്ട്, അപ്പോൾ മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. സെക്കൻഡ് റോ നോക്കുമ്പോൾ 5 9 11 എന്ന് മാത്രമേ ഉള്ളൂ, 0 ഒന്നും കാണുന്നില്ല. തേർഡ് റോയിലോ വേറെ 0s ഒന്നുമില്ല. ഫോർത്ത് റോയിൽ 4 0s വരുന്നുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ റോ സ്കാനിങ് കംപ്ലീറ്റഡ് ആയി. ഇനിയോ കോളം സ്കാനിങ് ചെയ്യണം. കോളം സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഓരോ കോളത്തിലും ഒരു 0 ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കോളം ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ്. സെക്കൻഡ് കോളത്തിൽ ഒരു 0 ഉണ്ട്, അപ്പോൾ അത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി
തേർഡ് കോളം നോക്കിയപ്പോൾ അതിലുള്ള എലമെൻറ്റ്സ് 10, 9, 9 എന്നാണ്. അതിൽ 0 ഒന്നും തന്നെ ഇല്ല. അടുത്തതിലും 0 വരുന്നില്ല. അപ്പോൾ കോളം സ്കാനിങ്ങും കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താ, ഇതിലെ റോസിൻ്റെ എണ്ണവും സീറോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്നാണ്. ഇതിൽ 4 റോസ് ആണുള്ളത്. സീറോസ് എത്ര എണ്ണം മാർക്ക് ചെയ്തു? 2. ഈക്വൽ ആണോ? അല്ല. അങ്ങനെ ഈക്വൽ അല്ലാത്ത കേസിൽ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഈ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിലെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തണമെന്ന്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 5 ആണ്. അപ്പോൾ അതൊന്ന് അവിടെ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ ഇതിൽ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതെങ്കിലും ഉണ്ടോ എന്നൊന്ന് നന്നായി നോക്കുക. അതായത് പ്ലസ് എന്ന രീതിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കിടക്കുന്ന ഏതെങ്കിലും വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഒരു 0 കാണാം. 0 മാത്രമാണ് ഇൻ്റർസെക്ഷൻ പോയിന്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ആ 0 കൂടി ഒന്ന് എഴുതി വയ്ക്കുക. ഇൻ്റർസെക്ഷൻ പോയിന്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ 5 ആണല്ലോ മിനിമം വാല്യൂ. ആ 5 എന്നുള്ളത് ഈ ഡിലീറ്റ് ചെയ്യാത്ത എല്ലാ വാല്യൂസിൽ നിന്നും 5 മൈനസ് ചെയ്യുകയും അതുപോലെ ഇവിടെ ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് 5 എന്നാണ് ആൻസർ വരിക. ബാക്കിയൊക്കെ സെയിം തന്നെ. 0, 0, 0. ഇവിടെ 5 ആവും. ഓക്കെ, ഇവിടെയൊക്കെ 5 മൈനസ് ചെയ്യാം. അപ്പോൾ 6 മൈനസ് 5 1, 5 മൈനസ് 5 0, 5 മൈനസ് 5 0, ഇവിടെ 0 തന്നെ. 10 മൈനസ് 5 5, 9 മൈനസ് 5 4, 9 മൈനസ് 5 4, അതുപോലെ 14 മൈനസ് 5 11 മൈനസ് 5 12 മൈനസ് 5, ഇവിടെ 0 തന്നെ. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ മൈനസ് ചെയ്തതും ഇവിടെ ആഡ് ചെയ്തതുമായിട്ടുള്ള ബോക്സാണ് അടുത്ത് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി. എന്നിട്ട് അന്നൊന്നും ചെയ്ത ആ ബോക്സ് കറക്റ്റായിട്ട് ചെയ്തതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ബോക്സ്, ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ആ ബോക്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ മുന്നുള്ള പേജിൽ ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. അതായത് 6 മൈനസ്, തൊട്ട് മുന്നത്തെ ബോക്സാണിത്. 6 മൈനസ് 5 1, അതുപോലെ 5 മൈനസ് 5 0, 5 മൈനസ് 5 0, അതുപോലെ 10 മൈനസ് 5 5, 9 മൈനസ് 5 4, 9 മൈനസ് 5 4, 14 മൈനസ് 5 9, അങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, വീണ്ടും റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യാം. അപ്പോൾ റോ സ്കാനിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു 0 ഉണ്ട്, അപ്പോൾ മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. സെക്കൻഡ് റോയിൽ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. തേർഡ് റോയിൽ 2 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് റോയിൽ 3 0 ഉണ്ട്, മാർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി കോളം സ്കാനിങ് ചെയ്യാം. കോളം സ്കാനിങ് ഫസ്റ്റ് കോളം നോക്കുമ്പോൾ അത് ഓൾറെഡി ഡിലീറ്റ് ആയി. ഇനി സെക്കൻഡ് കോളം നോക്കുമ്പോൾ 3 0 ഉണ്ട്, മാർക്ക് ചെയ്യാം. 3 എന്ന് പറയാൻ പറ്റില്ല, 2 0. ഇത് ഓൾറെഡി ഡിലീറ്റ് ആയതല്ലേ? അല്ലല്ല, 3 0, സോറി, 3 0 ഉണ്ട്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത കോളം നോക്കുമ്പോൾ ഒറ്റ 0യെ കാണുന്നുള്ളൂ. അപ്പോൾ ഒറ്റ 0 ഉള്ളതുകൊണ്ട് അത് മാർക്ക് ചെയ്തു, വേഗം ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി അടുത്ത കോളം നോക്കുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് 9 6 7 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 9 6 7 എന്ന് പറയുമ്പോൾ അതിലൊരു 0 ഇല്ല. അതുകൊണ്ട് തന്നെ അത് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റിയത് ആകെ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും മാത്രമാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ്ഡ് ആക്കണമല്ലോ. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 0യും ഇവിടെ കോളം സ്കാനിങ്ങിൽ ഒരു 0യും മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനത്തെ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും എന്ത് ചെയ്യണം, വീണ്ടും ആ പ്രോസസ്സ് തുടരുക. അതായത് റോ സ്കാനിങ് വീണ്ടും ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം ഇവിടെ ഒന്നും നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ ഈ 0, ഇവിടെ ഈ ഒരു റോ നോക്കുമ്പോൾ ഒരൊറ്റ 0 കാണാം. അപ്പോൾ അത് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം ബാക്കി 0s എല്ലാം കട്ടായി പോയി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. എന്നിട്ട് ഇതിൽ റോസിൻ്റെയും അതുപോലെ സീറോസിൻ്റെ എണ്ണവും എണ്ണി നോക്കാം. അപ്പോൾ 4 റോസും കാണാം. സീറോസ് എത്ര എണ്ണം ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഈക്വൽ ആണോ? അല്ല. അപ്പോൾ ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് ഇതേ പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താ, ഇതേപോലെ ആ ഡിലീറ്റ് ചെയ്യാത്തതിലെ ഏറ്റവും മിനിമം വാല്യൂ കണ്ടെത്തുക. അത്രയാണ് 4. ആ 4 എന്നുള്ളത് ഇതിൽ നിന്ന് ഓരോന്നിൽ നിന്നും മൈനസ് ചെയ്യണം. അതുപോലെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ്? 5 ഉണ്ട്, 0യും ഉണ്ട്. അതൊന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ 5ൻ്റെയും 0യുടെയും കൂടെ 4 ആഡ് ചെയ്യുകയും അതുപോലെ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിൻ്റെ കൂടെ ഈ 4 മൈനസ് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ആൻസർ വരിക? 0 0 0, 5 + 4 എത്ര വരും? 9. അതുപോലെ 1 0 0, 0ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുക. അപ്പോൾ 4 ആഡ് ചെയ്യുക. അപ്പോൾ 4 എന്ന് വരും. ഇനി അടുത്തതോ 5 4 4 എന്നല്ലേ? അപ്പോൾ ഈ ഓരോ വാല്യൂസ് ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിൻ്റെ കൂടെ 5 എന്ത് ചെയ്യുക? 5 അല്ല 4, മിനിമം വാല്യൂ 4 അല്ലേ? 4 മൈനസ് ചെയ്യുക. അപ്പോൾ 5 - 4 1,
4 മൈനസ് 4 0, 4 മൈനസ് 4 0, പിന്നെ 0 അതുപോലെ എഴുതി, അത് ഓൾറെഡി ഡിലീറ്റ് ചെയ്തതല്ലേ. 9 മൈനസ് 4 5, 6 മൈനസ് 4 2, 7 മൈനസ് 4 3, 0. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിൽ റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും നടത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. ഫസ്റ്റിൽ ഒരൊറ്റ 0 ഉള്ളൂ, വരച്ചു വെർട്ടിക്കൽ ലൈൻ. സെക്കൻഡിൽ 3 0 കാണാം, നമുക്ക് ചെയ്യാൻ പറ്റില്ല. തേർഡിലും 3 0 സ്കിപ്പ് ചെയ്യാം. അടുത്തതിലും എത്ര വരുന്നത്, 2 0 വരുന്നുണ്ടല്ലേ, അപ്പോഴും നമുക്കവിടെ റോ സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് നേരെ കോളം സ്കാനിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കോളം ഓൾറെഡി വെട്ടിക്കളഞ്ഞിരുന്നു. ഇനി സെക്കൻഡ് കോളാണ്. സെക്കൻഡ് കോളം നോക്കുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്, 2 0 കാണുന്നുണ്ട്, അപ്പോൾ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ സാധ്യമല്ല. തേർഡ് കോളം നോക്കുമ്പോൾ 2 0 കാണുന്നുണ്ട്, അവിടെയും മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർത്ത് കോളം നോക്കുമ്പോൾ അവിടെ 0 തന്നെ ഇല്ല, ഒന്നുള്ളത് വെട്ടിക്കളഞ്ഞു, അപ്പോൾ അവിടെയും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനെങ്ങനെ വിടാനും പറ്റില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞു, ഇവിടെ ഒരു 0യും ഇവിടെ ഒരു 0യും മാത്രമേ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ബാക്കിയൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ ഡയഗണൽ എലമെൻസിൽ വരുന്ന സീറോസ് മാർക്ക് ചെയ്യാം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ ചെരുവിൽ വരുന്ന സീറോസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് 0 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തതാണ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സീറോസ് അങ്ങ് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതല്ലേ അതിൻ്റെ നേരെ വരുന്ന സീറോസ്, ഡയഗണലിൽ വരുന്ന, അത് മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വേർട്ടിക്കൽ ലൈൻ വേണമെങ്കിൽ വരച്ചോളൂ. വേർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നതിന് പകരം ബാക്കി സീറോസ് വെട്ടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ വേർട്ടിക്കൽ ലൈൻ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ ജസ്റ്റ് ആ 0 മാത്രം വെട്ടിയെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, ഡയഗണൽ സീറോസ് ഒന്ന് മാർക്ക് ചെയ്ത ശേഷം അതിനൊക്കെ വേർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതെല്ലാം ക്യാൻസലായി പോകും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റോസിൻ്റെ എണ്ണവും അതുപോലെ സീറോസിൻ്റെ എണ്ണവും എണ്ണി നോക്കാം. അപ്പോൾ 4 റോയും ഉണ്ട്, 4 സീറോസും ഉണ്ട്, അപ്പോൾ ഈക്വൽ ആയല്ലോ. സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോസ്റ്റ് എത്രയാണ് വരുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതി കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ജോബ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ABCD. മെൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ഫസ്റ്റ് ജോബ് അസൈൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മെന്നിനാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് എഴുതുക, സെക്കൻഡ് ജോബ് സെക്കൻഡ് പേഴ്സണ്, അപ്പോൾ സെക്കൻഡ്, തേർഡ് സി തേർഡിന്, ഡി ഏതിനാണ്, ഫോർത്തിന്, അങ്ങനെ അസൈൻ ചെയ്തിരിക്കുന്നു. ഇനി അതിൻ്റെയൊക്കെ കോസ്റ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊന്ന് നോക്കിയാൽ മതി. 18, സെക്കൻഡിൽ വരുന്നത് 13, 19, അതുപോലെ ലാസ്റ്റ് വരുന്നത് 0. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര കിട്ടും, 50 എന്ന് വരും. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, റോസിൻ്റെ എണ്ണവും സീറോസിൻ്റെ എണ്ണവും ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ഡിലീറ്റ് ചെയ്യാത്തതിലെ വാല്യൂസിലെ മിനിമം വാല്യൂ കണ്ടെത്തി അതിൽ നിന്ന് മൈനസ് ചെയ്യുക, അതുപോലെ ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യുക. ഓക്കെ. പിന്നെ ഇങ്ങനത്തെ കേസ് വന്നാൽ ഡയഗണലിലെ ആ സീറോസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതാണ് ആ ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോബ്ലം ഇതേപോലെ ബോക്സ് തന്നിട്ടുണ്ട്. ജോബ് എന്നും അതുപോലെ മെൻ എന്നും റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ അൺബാലൻസ്ഡ് ആണോ ബാലൻസ്ഡ് ആണോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. റോസിൻ്റെ എണ്ണം എത്രയാണ് വരുന്നത്, 1 2 3 4 ആണ്. കോളത്തിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ ഇവിടെ റോസ് 4ഉം കോളം 3 ആണ്, രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. ഇനി അതിനെ ബാലൻസ്ഡ് ആക്കണം. അതിനെന്ത് ചെയ്യണം, ഏതാണോ കുറവ് അത് നമ്മൾ കൂട്ടിച്ചേർക്കുക, ഒരു ഡമ്മി കൂട്ടിച്ചേർക്കുക. ഇവിടെ കോളല്ലേ കുറവ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോളം കൂട്ടിച്ചേർക്കാം. അതായത് ഈ ഭാഗത്ത് എന്ത് ചെയ്യണം, D എന്നിട്ട് കൊടുത്തിട്ട് 0 0 0 എന്ന് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത ഡമ്മി ബോക്സ് ആണ് ഈ കാണുന്നത്. ബാക്കി വാല്യൂസ് എല്ലാം അതുപോലെ എഴുതി. ഇവിടെ ഒരു പുതുതായിട്ടൊരു ഡമ്മി കോളം ആഡ് ചെയ്തു, അതാണ് ഈ കാണിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം, സാധാരണ ചെയ്യുന്ന പോലെ റോ മിനിമം കാണുക. ഓരോ റോയിലെയും മിനിമം വാല്യൂ നോക്കുമ്പോൾ ഒക്കെ 0 ആണ് വരുന്നത്. ഇനി അത് റോ റിഡക്ഷൻ ചെയ്യുക. ഓരോ റോയിൽ നിന്ന് ഈ വാല്യൂസ് റിഡക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. പിന്നെ കോളം മിനിമം കാണുക, അതിൻ്റെ ഓരോ കോളത്തിൽ നിന്നും മിനിമം വാല്യൂ കണ്ടെത്തുക. പിന്നെ കോളം റിഡക്ഷൻ ചെയ്യുക. ഓരോ കോളത്തിൽ നിന്നും ഈ മിനിമം വാല്യൂ മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. പിന്നീട് എന്ത് ചെയ്യണം, റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യുക. റോ സ്കാനിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ നോക്കുമ്പോൾ 2 0 കാണുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക, അതിലും 2 0. സ്കിപ്പ് ചെയ്യുക, അടുത്തതിലേക്ക് പോവുക, അതിലും 2 0. അടുത്ത് നോക്കുമ്പോൾ ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി കോളം സ്കാനിങ് ചെയ്യുക. കോളം സ്കാനിങ് ചെയ്യുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് കോളത്തിൽ നോക്കുമ്പോൾ ഒറ്റ 0 ഉള്ളൂ. അപ്പോൾ ആ ഒരു 0 മാർക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. സെക്കൻഡിലും ഒറ്റ 0, അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ. തേർഡിലും ഒറ്റ 0, അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഓക്കെ. ഇനി ഇതിൻ്റെ എണ്ണം ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. റോസ് 4 എണ്ണം കാണാം, സീറോസും 4 എണ്ണം കാണാം. അപ്പോൾ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട്
ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണാം. ടോട്ടൽ കോസ്റ്റ് കാണുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ബോക്സ് എഴുതണം. ഏതൊക്കെ ബോക്സാണ് വേണ്ടത്? ജോബ് എന്ന ബോക്സ് ABCD, അതുപോലെ മെൻ എന്ന ബോക്സ്. അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ക്വസ്റ്റ്യനിൽ നിന്നും കണ്ടെത്തിയാൽ മതി. അതിനി പറയണ്ടല്ലോ. അപ്പോൾ ആ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടോട്ടൽ ആൻസർ, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 35 എന്ന് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്തത് ഒരു ഹോംവർക്കാണ്. സോൾവ് ദ അസൈൻമെൻറ്റ് പ്രോബ്ലം. ഫൈൻഡ് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ജോബ്സ് ടു ദ മെഷീൻസ് ടു മിനിമൈസ് ദ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ആൻഡ് ആൾസോ ഫൈൻഡ് ഫോർ വിച്ച് മെഷീൻസ് നമ്പർ ജോബ് ഈസ് അസൈൻഡ്. അങ്ങനെ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ആൻസർ 20 ഹവേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ദ അസൈൻമെൻറ്റ് പ്രോബ്ലം ആണ്. ഫൈൻഡ് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ജോബ്സ് മെഷീൻസ് ആൻഡ് മിനിമൈസ് ദ ടോട്ടൽ പ്രോസസ്സിംഗ് ടൈം ആൻഡ് ആൾസോ ഫൈൻഡ് വിച്ച് മെഷീൻ നമ്പർ ജോബ് ഈസ് അസൈൻഡ്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക, എന്നിട്ട് ചെയ്യാം. ആൻസർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് മെത്തേഡിലേക്കാണ് ഇനി പോകുന്നത്. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം, പിന്നീട് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതിൻ്റെ നോട്ട്സ് പറഞ്ഞ ശേഷം അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അതിനെ നമുക്ക് ഷോർട്ടാക്കി TSP എന്ന് വിളിക്കാം. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ ദ സെയിൽസ്മാൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് ഹോം സിറ്റി. ഹി മസ്റ്റ് വിസിറ്റ് എവറി സിറ്റി എക്സാക്ട്ലി വൺസ് ആൻഡ് റിട്ടേൺ ടു ഹിസ് ഹോം സിറ്റി. അതായത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ ആ സെൻറ്റൻസിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. നമുക്കിപ്പോൾ ഒരു കമ്പനിയുടെ ആവശ്യാർത്ഥം നമ്മളൊരാളെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് പല സ്ഥലങ്ങളിലും അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു മാസത്തിൽ ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ പറയുന്നത് അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും ഒരു തവണയെങ്കിലും പോവാൻ കഴിയുകയും തിരിച്ച് അതേ സ്ഥലത്ത് എത്താൻ കഴിയുകയും മിനിമം കോസ്റ്റേ ഉണ്ടാവാനും പാടുള്ളൂ. ആ പ്രോബ്ലത്തെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷൻ: ദ സെയിൽസ്മാൻ സ്റ്റാർട്ട്സ് ഫ്രം ഹിസ് ഹോം സിറ്റി. ഹി മസ്റ്റ് വിസിറ്റ് എവറി സിറ്റി എക്സാക്ട്ലി വൺസ് ആൻഡ് റിട്ടേൺസ് ടു ഹിസ് ഹോം സിറ്റി. അതായത് ഒരു സെയിൽസ്മാന് തൻ്റെ എവിടെ നിന്നാണോ തുടങ്ങുന്നത്, അതാണ് ഹോം സിറ്റി എന്ന് പറയുന്നത്. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹി മസ്റ്റ് വിസിറ്റ് എവറി സിറ്റി എക്സാക്ട്ലി വൺസ് ആൻഡ് റിട്ടേൺസ് ടു ഹിസ് ഹോം സിറ്റി. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ശേഷം അയാൾക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാവുകയും വേണം. എന്നിട്ട് തിരിച്ച് എവിടുന്ന് തുടങ്ങിയോ അതേ സിറ്റിയിലേക്ക് എത്തുകയും വേണം. അടുത്തത്, ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ദ റൂട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ ടൈം ഓർ കോസ്റ്റ്. ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാവുകയും വേണം, തിരിച്ച് അതേ സ്ഥലത്ത് എത്തുകയും വേണം. ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് ഓർ ടൈം എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കണം. ഓക്കെ, അതുപോലെ കോസ്റ്റ് മിനിമം ആയിരിക്കണം. ആ രീതിയിൽ വേണം അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു പേര് പറയാണ്, രാജേഷ് എന്നൊരു വ്യക്തി. ആ വ്യക്തിയെയാണ് ഒരു കമ്പനി തങ്ങളുടെ കമ്പനിയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഓരോ സ്ഥലങ്ങളിലും അവരുടെ കമ്പനി ആവശ്യാർത്ഥം പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശ്, ബാംഗ്ലൂർ, കൊച്ചിൻ, ഡൽഹി. ഇങ്ങനെ 4 സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് എയർ ഫ്ലൈറ്റ് റേറ്റ് എത്രത്തോളം വരുന്നു എന്നുള്ളതാണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കോസ്റ്റ് എത്ര വരും? നമുക്ക് യാത്ര ചെയ്യാൻ ചിലവ് വേണ്ടി വരുമല്ലോ. അപ്പോൾ ആ എയർ ഫ്ലൈറ്റ് റേറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ആന്ധ്രാപ്രദേശ് ടു ബാംഗ്ലൂർ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് അതേ സ്ഥലത്തേക്ക് വരുന്ന വാല്യൂ ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ കോളൊക്കെ 0 എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആന്ധ്രാപ്രദേശ് ടു ആന്ധ്രാപ്രദേശ് 0, ബാംഗ്ലൂർ ടു ബാംഗ്ലൂർ 0, കൊച്ചിൻ ടു കൊച്ചിൻ 0, ഡൽഹി ടു ഡൽഹി 0.
അതായത് ഒരു സ്ഥലത്തു നിന്ന് അതേ സ്ഥലത്തേക്ക് വരുന്ന വാല്യൂ ഒരിക്കലും കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യില്ല. അതൊക്കെ 0 ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ പറഞ്ഞ ആൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ട ചിലവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടു ബാംഗ്ലൂർ അദ്ദേഹത്തിന് എയർ ഫ്ലൈറ്റ് റേറ്റ് വരുന്നത് 6000 ആണ്. അതുപോലെ ആന്ധ്രാപ്രദേശ് ടു കൊച്ചിൻ 10,000, ആന്ധ്രാപ്രദേശ് ടു ഡൽഹി 12,000 എന്ന രീതിയിൽ ഓരോ സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് വേണ്ട റേറ്റ് എത്രയാണെന്നാണ് ഈ ബോക്സിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വാട്ട് ഷുഡ് ബി ദ സീക്വൻസ് ഓഫ് ദ സെയിൽസ്മാൻസ് വിസിറ്റ് സോ ദാറ്റ് ദ ട്രാവലിംഗ് കോസ്റ്റ് ഈസ് മിനിമം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ട്രാവലിംഗ് കോസ്റ്റ് മിനിമം ആക്കുകയും ഇവിടെ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒരു തവണയെങ്കിലും പോവുകയും വേണം എന്ന രീതിയിൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നു. കണ്ടീഷൻ 1, സെയിൽസ്മാൻ ഷുഡ് വിസിറ്റ് ഓൾ ദ സിറ്റീസ് വൺസ്. സെയിൽസ്മാന് എല്ലാ സിറ്റിയിലും ഒരു തവണയെങ്കിലും പോയിട്ടുണ്ടാവണം. ഒരു തവണ മാത്രം നിർബന്ധമായിട്ടും പോയിട്ടുണ്ടായിരിക്കണം. പിന്നെ കണ്ടീഷൻ 2, ഹി ഷുഡ് ഫൈനലി റീച്ച് ദ സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷൻ. കണ്ടീഷൻ 2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ അദ്ദേഹം തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുകയും വേണം. പിന്നെ അതുകൂടാതെ കോസ്റ്റ് മിനിമം ആവുകയും വേണം. ഇത്രയാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. എന്താണ് ഇദ്ദേഹം തുടങ്ങിയത്? എവിടെ നിന്നാണ് യാത്ര? ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങി അല്ലേ? അപ്പോൾ തിരിച്ച് എവിടെ തന്നെ എത്തണം? ആന്ധ്രാപ്രദേശിൽ തന്നെ എത്തുകയും വേണം. അതുകൂടാതെ അദ്ദേഹത്തിന് ഏതൊക്കെ സ്ഥലങ്ങളിൽ കൂടി പോകണം? ബാംഗ്ലൂർ പോകണം, പിന്നെ കൊച്ചിയിൽ പോകണം, പിന്നെ ഡൽഹിയിൽ പോകണം. അങ്ങനെ ഒരു തവണയെങ്കിലും എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് എത്താൻ കഴിയുകയും അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എത്തേണ്ട ആ കോസ്റ്റ് മിനിമം ആക്കുകയും വേണം. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തെയാണ് എന്ത് പറയുന്നത്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി തിയറി പാർട്ട് കൂടി പറയാം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നോക്കുക, ഫേസ് 1 നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ക്യാൻ ബി ഫസ്റ്റ് സോൾവ്ഡ് ആസ് അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇനി AP എന്ന് ഷോർട്ടാക്കി എഴുതിയതാണ്. ബൈ യൂസിങ് ഹംഗേറിയൻ മെത്തേഡ് ടു ഫൈൻഡ് ഓപ്റ്റിമം സൊല്യൂഷൻ. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ, ഹംഗേറിയൻ മെത്തേഡിൽ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓപ്റ്റിമം സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ടു ചെക്ക് ദ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം കണ്ടീഷൻ. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ കണ്ടീഷൻ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നോക്കണം. ആ കണ്ടീഷൻ എന്താണെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ദെൻ അസൈൻമെൻറ്റ് പ്രോബ്ലം സൊല്യൂഷൻ വിൽ ബി ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഈവൻ ഫോർ TSP. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലം സൊല്യൂഷൻ വിൽ ബി ഒപ്റ്റിമം സൊല്യൂഷൻ ഈവൻ ഫോർ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷനും കിട്ടിയിരിക്കും. ഇനി അതല്ലാത്ത കേസിൽ ഇഫ് നോട്ട്, സോ അത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് 2ലേക്ക് പോകണം. മറ്റേ പ്രോബ്ലത്തിലൊക്കെ പറഞ്ഞ പോലെ ഒരു കേസ് ശരിയല്ലെങ്കിൽ അടുത്തതിലേക്ക് പോവാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം? 3 മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് ദ സൊല്യൂഷൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ദ ഇൻസ്പെക്ഷൻ. രണ്ടാമത്തെ മെത്തേഡ് ഫോം എ സിംഗിൾ സർക്യൂട്ട്. മൂന്നാമത്തെ മെത്തേഡ് ദ ഐട്രേറ്റീവ് പ്രൊസീജിയർ, ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന തിയറി പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഇതിലെ സ്റ്റെപ്സ് വരുന്നതെന്ന്. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കുക. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിൽസ്മാൻ ഷുഡ് വിസിറ്റ് ഓൾ ദ സിറ്റീസ് വൺസ്. സെയിൽസ്മാന് ഒരു തവണയെങ്കിലും ഓരോ സിറ്റീസും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കണ്ടീഷൻ 2, ഹി ഷുഡ് ഫൈനലി റീച്ച് ദ സ്റ്റാർട്ടിംഗ് ഡെസ്റ്റിനേഷൻ. അദ്ദേഹം എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തുകയും വേണം. കൂടാണ്ട് കോസ്റ്റ് മിനിമം ആയിരിക്കുകയും വേണം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. എ ട്രാവലിംഗ് സെയിൽസ്മാൻ നെയ്മഡ് രാജേഷ് പ്ലാൻസ് ടു വിസിറ്റ് 4 cities ABCD. രാജേഷ് എന്ന് പറയുന്ന സെയിൽസ്മാൻ 4 സിറ്റീസ്, അതായത് A എന്നും B എന്നും C എന്നും D എന്നും പേരുള്ള 4 സിറ്റീസ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ദ ട്രാവലിംഗ് എക്സ്പെൻസ് ഇൻ തൗസൻഡ്സ് ബിറ്റ്വീൻ ദീസ് സിറ്റീസ് ഈസ് ഷോൺ ബിലോ. അതായത് ട്രാവലിംഗ് എക്സ്പെൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്? തൗസൻഡ്സിൻ്റെ ബേസിലാണ് റീഡ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ 25 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ 1000 കൂട്ടിച്ചേർക്കുക. 25,000, 75,000 എന്ന രീതിയിൽ ചെയ്യുമ്പോൾ ഈ വാല്യൂ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബോക്സിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്പെൻസ് ആണ് തന്നിരിക്കുന്നത്. ചോദ്യം: ഹൗ ഷുഡ് മിസ്റ്റർ രാജേഷ് ഷെഡ്യൂൾ ഹിസ് ടേണിംഗ് പ്ലാൻ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ടോട്ടൽ ട്രാവലിംഗ് കോസ്റ്റ്. ഈ രാജേഷ് എന്ന വ്യക്തി എങ്ങനെയാണ് തൻ്റെ ട്രാവലിംഗ് കോസ്റ്റ് മിനിമം ആവുന്ന രീതിയിൽ ഈ യാത്രയെ ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം.
അപ്പോൾ ഈ ബോക്സ് വീണ്ടും ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ബോക്സ് വീണ്ടും എടുത്ത് വരച്ചു. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നമ്മളിതിന് മുന്നേ ചെയ്ത പോലെ ആ ബോക്സിൽ റോ മിനിമം കണ്ടെത്തുക. റോ മിനിമം കണ്ടെത്തുക എന്നുള്ളതിന് മുന്നേ നിങ്ങൾക്ക് കാണാം, നിങ്ങളോട് പറഞ്ഞിരുന്നു എ ബി സി ഡി താഴോട്ട് കാണുന്നുണ്ടല്ലോ. അതിൽ ക്വസ്റ്റ്യനിലെ വാല്യൂസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നോക്കിക്കേ. A to A 0, അതായത് ഒരു സ്ഥലത്ത് നിന്ന് അതേ സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് 0 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെ 0 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നത് എങ്കിൽ ആൻസറിലേക്ക് എത്തുമ്പോൾ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം, ഇൻഫിനിറ്റി എന്ന രീതിയിൽ എഴുതാം. അത് ഡിറ്റർമൈൻഡ് അല്ല, എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ വാല്യൂ മാത്രം ഒന്ന് മാറ്റി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ 0ക്ക് പകരം ഈ ഡയഗണൽ എന്ത് കൊടുക്കണം, ഇൻഫിനിറ്റി. അപ്പോൾ അത് ആദ്യം അങ്ങോട്ട് മാറ്റി എഴുതിക്കോളൂ, ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, ബാക്കി വാല്യൂസ് എല്ലാം അതേപോലെ എഴുതി. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇൻഫിനിറ്റി ആക്കി മാറ്റിയ ശേഷം ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം ഇൻഫിനിറ്റി ആക്കി ഇനി റോ മിനിമം കാണാം. അപ്പോൾ റോ മിനിമം കാണുമ്പോൾ ഓരോന്നിലെയും ചെറിയ വാല്യൂ എന്താ കണ്ടുപിടിച്ചിട്ട് അത് എഴുതാം. പിന്നെ എന്ത് ചെയ്യണം, റോ റിഡക്ഷൻ ചെയ്യാം. ഓരോ റോയിൽ നിന്നും ഇപ്പോൾ കണ്ടെത്തിയ വാല്യൂസ് മൈനസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. പിന്നീട് കോളം മിനിമം കാണും, ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ കണ്ടെത്താം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, കോളം റിഡക്ഷൻ ചെയ്യാന്ന് വെച്ചാൽ ഓരോ കോളത്തിൽ നിന്നും ഇത് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, റോ സ്കാനിങ്ങും ചെയ്യണം, കോളം സ്കാനിങ്ങും ചെയ്യണം. ഫസ്റ്റ് ബോക്സിൽ നോക്കുമ്പോൾ 2 0 ഉണ്ട്, അപ്പോൾ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ബോക്സിലോ ഒറ്റ 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. തേർഡ് ബോക്സിൽ കാണാം നിങ്ങൾക്ക്, അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഓൾറെഡി നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തല്ലോ. അപ്പോൾ ഇനി ബാക്കി ഏതാണ് 20, 25, ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ 0 വരുന്നില്ല. ഇനി ഫോർത്ത് ബോക്സിൽ നിങ്ങൾക്ക് കാണാം ഒറ്റ 0, അപ്പോൾ അതും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇപ്പോൾ റോ സ്കാനിങ് കംപ്ലീറ്റ് ആയി, കോളം സ്കാനിങ്. അപ്പോൾ ഫസ്റ്റ് കോളം നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്തതാണ്, അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കോളം നോക്കിയപ്പോൾ അതിലൊരു 0 കണ്ടു, അപ്പോൾ അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. തേർഡിൽ ഇനി നോക്കുമ്പോൾ ബാക്കിയുള്ളത് ഏതാ, 75, ഇൻഫിനിറ്റി, 15. അപ്പോൾ ഇവിടെ 0 ഇല്ല. പിന്നെ ഡി ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തതാണ് ആ കോളം അല്ലേ. അപ്പോൾ നമ്മുടെ സ്കാനിങ് രണ്ടും കഴിഞ്ഞു. ഇനി ഇതിൽ സീറോസിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നോക്കൂ, 1 2 3 4 റോസ് ഉണ്ട്, സീറോസ് 1 2 3. അപ്പോൾ ഈക്വൽ ആണോ, ഈക്വൽ അല്ല. സോ ദ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, അങ്ങനെ അല്ലെങ്കിൽ ഇതിൽ ഡിലീറ്റ് ചെയ്യാത്തതിൽ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 10 അല്ലേ ചെറിയ വാല്യൂ, അപ്പോൾ അതിവിടെ എഴുതി 10. പിന്നെ അതിൽ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, കൂട്ടിമുട്ടുന്ന പോയിന്റ് പ്ലസ് എന്ന രീതിയിൽ. ഒരു ഇൻഫിനിറ്റി ഉണ്ട്, പക്ഷെ അത് കൺസിഡർ ചെയ്യേണ്ട, അതൊരു സംഖ്യ അല്ലല്ലോ. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ, 20 ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇൻഫിനിറ്റി 20 എന്ന് വെറുതെ എഴുതി വെച്ചു. ഇൻഫിനിറ്റി നമുക്ക് ഒരിക്കലും കൂട്ടാൻ പറ്റില്ല, വെറുതെ എഴുതിയെന്ന് മാത്രം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ കണ്ടെത്തിയ മിനിമം പോയിന്റ് എത്രയാ, 10. ഡിലീറ്റ് ചെയ്യാത്തതിലെ മിനിമം പോയിന്റ് 10. ആ 10 എന്നുള്ളത് ഇതിലെ വാല്യൂസിൽ നിന്ന് മൈനസ് ചെയ്യുക. അതുപോലെ ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 20 എന്നുള്ളത് എന്താവും, 10 കൂട്ടിയാൽ 30 ആവും അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഇൻഫിനിറ്റി 0 0 30 എന്നായി മാറും. കണ്ടോ, ഇൻഫിനിറ്റി 0 0 30. ഇനി സെക്കൻഡ് റോയിൽ നോക്കൂ, 10 0, അത് അതുപോലെ എഴുതി. ഇൻഫിനിറ്റി അതുപോലെ എഴുതി. ഇനി ഇവിടെ എന്ത് ചെയ്യണം, 10 മൈനസ് ചെയ്യാൻ വേണ്ടത്. 75 മൈനസ് 10 65. ഇനി അടുത്തത് നോക്കൂ, 20 0 അതുപോലെ 25ൽ നിന്ന് 10 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും, 15 ഇൻഫിനിറ്റി. ഇനി അടുത്ത് നോക്കൂ, ഡിയിൽ 10ൽ നിന്നും 15ൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, 10 മൈനസ് ചെയ്യുക. അപ്പോൾ 10 മൈനസ് 10 0 ഇൻഫിനിറ്റി അതുപോലെ 10 മൈനസ് 10 0, 15 മൈനസ് 10 5. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യണം, റോ സ്കാനിങ്ങും കോളം സ്കാനിങ്ങും ചെയ്യുക. ഫസ്റ്റിൽ നോക്കുമ്പോൾ 2 0 ഉണ്ട്, അപ്പോൾ സ്കിപ്പ് ചെയ്യുക. അടുത്തതിലേക്ക് പോവുക, ഒരു 0 ഉള്ളൂ, അത് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അടുത്ത് നോക്കുമ്പോൾ ഇവിടെ 0 ഇല്ല, 3 എലമെൻറ്റിലും 0 ഇല്ല. ഇനി അടുത്ത് നോക്കുമ്പോൾ അതിൽ 2 0 കാണുന്നുണ്ട്, സ്കിപ്പ് ചെയ്യുക. ഇനി അടുത്തത് കോളം സ്കാനിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒറ്റ 0 കാണുന്നുണ്ട്, അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ. അടുത്തത് നോക്കുമ്പോൾ ഇതിൽ ഒരു 0 കാണുന്നുണ്ട്, അത് മാർക്ക് ചെയ്തു. പിന്നെ അടുത്ത കോളത്തിൽ എന്തില്ല, 65 ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഡി ഓൾറെഡി നമ്മൾ ഡിലീറ്റ് ചെയ്താണ്. ഇനി ഇതിലും റോസിൻ്റെയും കോളത്തിൻ്റെയും കോളല്ല സീറോസിൻ്റെയും എണ്ണം നോക്കുക. 4 റോ ഉണ്ട്, അതുപോലെ എത്ര 0 മാർക്ക് ചെയ്തു, 3 0. അപ്പോഴും ഇത് ഈക്വൽ അല്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതിൽ ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിലെ ഏറ്റവും ചെറിയ വാല്യൂ കണ്ടെത്തുക, 10. ഇൻ്റർസെക്ഷൻ പോയിന്റ് ഏതെങ്കിലും ഉണ്ടോ, യെസ് 30 ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇൻ്റർസെക്ഷൻ പോയിന്റിൻ്റെ കൂടെ ഈ 10 ആഡ് ചെയ്തത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഇൻഫിനിറ്റി 0 0, 30 + 10 40, അത് ഓക്കെ.
ഇനി ഡിലീറ്റ് ചെയ്യാത്ത വാല്യൂസിൻ്റെ കൂടെ ഈ 10 മൈനസ് ചെയ്യുക. അപ്പോൾ 10 മൈനസ് 10 0, ഇൻഫിനിറ്റി അതുപോലെ എഴുതി. 65 മൈനസ് 10 55, 0 അതുപോലെ എഴുതി. പിന്നെ 20 മൈനസ് 10 10, 15 മൈനസ് 10 5, ഇൻഫിനിറ്റി അതുപോലെ, 0 അതുപോലെ. പിന്നെ അടുത്തത് 0 0 5 ഇൻഫിനിറ്റി, അതിന് പിന്നെ ചേഞ്ച് ഇല്ല. ഇനി ഇതിൻ്റെ റോയുടെ എണ്ണം സീറോസിൻ്റെ എണ്ണവും നോക്കൂ, 4 എന്നല്ലേ വരുന്നത്. സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ രീതിയിൽ അതിൻ്റെ കാൽക്കുലേഷൻ നടത്താം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റ് റൂട്ടാണ് ഇനി പറയുന്നത്. ഇതുവരെ നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അല്ലേ കണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സെയിൽസ്മാൻ്റെ റൂട്ട് എങ്ങനെ, എവിടെ നിന്നും എവിടെ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ റൂട്ട്. ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, സെയിൽസ്മാന് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി ബാക്കി എവിടെ എത്തി എന്നുള്ളത് നോക്കേണ്ടത് എവിടെയാണ് 0 മാർക്ക് ചെയ്തതെന്ന് നോക്കിയാൽ മതി. എയിൽ നിന്ന് തുടങ്ങി എവിടെ എത്തി, സി അല്ലേ. പിന്നെ സി എവിടെയാണെന്ന് നോക്കുക. സി എവിടെയാണ് കിടക്കുന്നത്, ഇവിടെ. സിയിൽ നിന്ന് എവിടേക്ക് എത്തിയത്, ഡിയിലേക്ക്. ഓക്കെ. പിന്നെ ഡി എവിടെയാണ് കിടക്കുന്നത് നോക്കുക. ഡി ഇവിടെ ഉണ്ട്. ആ ഡിയിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്, ബിയിലേക്ക്. പിന്നെ ബി എവിടെ കിടക്കുന്നു നോക്കുക, ബി ഇവിടെ. ബിയിൽ നിന്ന് ഏതിലോട്ടാണ് പോയത്, എ. അപ്പം നമ്മുടെ കറക്റ്റ് റൂട്ട് എന്ന് പറയുന്നത് നോക്കൂ, എയിൽ നിന്ന് ആ സെയിൽസ്മാൻ പോയത് ഏത് പ്ലേസിലേക്കാണ്, സി എന്ന പ്ലേസിലേക്ക് അല്ലേ. പിന്നെ സി എവിടെ നോക്കുക, സിയുടെ കണ്ടിന്യൂഷൻ അല്ലേ നമുക്ക് വേണ്ടത്. സി എന്ന പ്ലേസിൽ നിന്ന് അദ്ദേഹം പോയത് ഏതിലേക്കാണ്, ഡി എന്ന പ്ലേസിലേക്ക്. അപ്പോൾ ഡി എന്ന പ്ലേസിലേക്ക്. ഓക്കെ. ഇനി ഡി എവിടെ കിടക്കുന്നു നോക്കുക. ഡിയിൽ നിന്ന് അദ്ദേഹം പോയത് ഏത് പ്ലേസിലേക്കാണ്, ബി എന്ന പ്ലേസിലേക്ക്. അപ്പോൾ ബി. ഇനി ബി എവിടെ കിടക്കുന്നു നോക്കുക. ബിയിൽ നിന്ന് അദ്ദേഹം പോയത് ഏത് പ്ലേസിലേക്കാണ്, വീണ്ടും എയിലേക്ക്. അപ്പോൾ നമ്മുടെ സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വീണ്ടും ഒന്ന് ഓർത്ത് നോക്കാം. അതായത് സെയിൽസ്മാൻ കണ്ടീഷൻ എങ്ങനെയായിരുന്നു ആ പ്രോബ്ലത്തിൽ. ആ സെയിൽസ്മാന് എവിടെ നിന്നാണോ തുടങ്ങിയത് അതേ സ്ഥലത്ത് തന്നെ എത്തിച്ചേരുകയും വേണം. അതുകൂടാതെ ഓരോ സ്ഥലവും ഒരു തവണയെങ്കിലും അദ്ദേഹത്തിന് പോവാൻ സാധിക്കണം. അപ്പോൾ നോക്കിക്കേ, എ ടു സി, സി ടു ഡി, ഡി ടു ബി, ബി ടു എ, എല്ലാ സ്ഥലവും അദ്ദേഹത്തിന് കവർ ചെയ്യാൻ കഴിഞ്ഞല്ലോ. എ ബി സി ഡി എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ കഴിയുകയും എവിടെ നിന്ന് തുടങ്ങിയോ അതേ സ്ഥലത്ത് എത്താനും സാധിച്ചു. ഇനി ഇതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് തീർന്നു. അപ്പോൾ ഇതിൻ്റെ റൂട്ട് പോയത് മനസ്സിലായതോ. എങ്ങനെയാണ്, സെയിൽസ്മാൻ്റെ റൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നോക്കാം. സോ റൂട്ട് ഓഫ് സെയിൽസ്മാൻ എ സി ഡി ബി എ. ഇനി ഇതിലെ വാല്യൂസ് അങ്ങോട്ട് നോക്കി എഴുതിയാൽ മതി ട്രാവലിംഗ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ. ഇതാ എയിൽ നിന്ന് സിയിലേക്ക്. അപ്പോൾ അതിൻ്റെ വാല്യൂ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും എത്രയാണ് വരുന്നത്, 75. പിന്നെ അടുത്തത് എത്രയാണ്, സിയിൽ നിന്ന്, ഇനി സി അല്ലേ വേണ്ടത്, സിയിൽ നിന്ന് ഡിയിലേക്ക്. അപ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക് 75 പ്ലസ് 15. ഇനി അടുത്തത് എന്താ, ഡിയിൽ നിന്ന് ബിയിലേക്ക്. ഡിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ എവിടെയാണ് നോക്കുക, ഡിയിൽ നിന്ന് ബിയിലേക്ക് സെക്കൻഡ് പൊസിഷൻ. അപ്പോൾ അവിടുത്തെ വാല്യൂ നോക്കാം 75 പ്ലസ് പിന്നെ വീണ്ടും ബിയിലേക്ക്. പിന്നെ ബിയിൽ നിന്ന് ഏതാ, എയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ ബിയിൽ ഈ വാല്യൂ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 200 റുപ്പീസ്. അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് കോസ്റ്റ് 200 റുപ്പീസ്. ഇതിൻ്റെ കൂടെ 1000 കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ ആൻസറിൽ 200 റുപ്പീസ് എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യുക. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ 0 ആണ് ക്വസ്റ്റ്യനിൽ തന്നത് എങ്കിൽ അതിനെ ഇൻഫിനിറ്റി ആയിട്ട് ആ ഡയഗ്രാമിൽ മാറ്റി എഴുതുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്ത പോലെ റോ റിഡക്ഷൻ, കോളം റിഡക്ഷൻ ആയിട്ട് തന്നെ ചെയ്ത് പോവുക. പിന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ കോളത്തിൽ നിന്ന് വേണം അതിൻ്റെ റൂട്ട്, അതായത് സെയിൽസ്മാൻ്റെ റൂട്ട് എങ്ങനെ പോകണം എന്നുള്ളത് അസൈൻ ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ കോസ്റ്റും കണ്ടെത്തിയാൽ മതി. അതോടുകൂടി നമ്മുടെ ഈ പ്രോബ്ലം കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ടൈപ്പിൽ ഉള്ള ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ തിയറി പാർട്ടിൽ പറഞ്ഞിരുന്നു. നോക്കൂ, തിയറി പാർട്ടിൽ ഫേസ് 1 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. അതായത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ ഹംഗേറിയൻ മെത്തേഡ് പ്രകാരം അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷനൊക്കെ കണ്ടെത്തി, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്തു ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കണ്ടീഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കണ്ടീഷൻ 1ഉം കണ്ടീഷൻ 2ഉം? ആ സെയിൽസ്മാൻ തുടങ്ങിയ സ്ഥലത്ത് എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ എത്തിച്ചേരുകയും വേണം. ഇപ്പോൾ എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ അവസാനിക്കണം. അതുപോലെ അദ്ദേഹത്തിന്
ടൈപ്പ് 2 എന്തായിരുന്നു? എല്ലാ സ്ഥലവും കവർ ചെയ്യാനും പറ്റണം, ഒരു തവണയെങ്കിലും കവർ ചെയ്യാനും പറ്റണം. അപ്പോൾ കണ്ടീഷൻ ഓക്കെ ആയില്ലേ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ. പിന്നെ അതിൻ്റെ കോസ്റ്റും കണ്ടെത്തി. ഇഫ് ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അസൈൻമെൻറ്റ് പ്രോബ്ലം സൊല്യൂഷൻ വിൽ ബി ഒപ്റ്റിമം സൊല്യൂഷൻ ഈവൻ ഫോർ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. ഇനി കണ്ടീഷൻ ഓക്കെ അല്ല എന്ന് വെച്ചോളൂ. അങ്ങനത്തെ കേസിൽ ഫേസ് 2ലേക്ക് പോകണം. അവിടെ ദ സൊല്യൂഷൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ഇൻസ്പെക്ഷൻ എന്ന ഫസ്റ്റ് മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ്, തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കുറേ മെത്തേഡ് ഉണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആ ടൈപ്പിലുള്ള ഒരു പ്രോബ്ലം നമുക്കിനി നോക്കാം. ഓക്കെ, നോക്കാം. എ സെയിൽസ്മാൻ വാണ്ട്സ് ടു വിസിറ്റ് സിറ്റീസ് ABCDE. ഇങ്ങനെ 5 സ്ഥലങ്ങളിലാണ് സെയിൽസ്മാൻ വിസിറ്റ് ചെയ്യുന്നത്. ഹി ഡസ് നോട്ട് വാണ്ട് ടു വിസിറ്റ് any city twice before completing his tour of all the cities and wishes to return to the point of starting journey. അദ്ദേഹത്തിന് ഒരു സിറ്റി ഒരു തവണ വിസിറ്റ് ചെയ്താൽ മതി, ഒന്നിൽ കൂടുതൽ തവണ വിസിറ്റ് ചെയ്യേണ്ട. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ എത്തിച്ചേരുകയും വേണം. കോസ്റ്റ് ഓഫ് ഗോയിങ് ഫ്രം വൺ സിറ്റി ടു അനദർ ഇൻ റുപ്പീസ് ഈസ് ഗീവൺ ഇൻ ദ ടേബിൾ. അതിൻ്റെ കോസ്റ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വേണ്ട കോസ്റ്റ്. ഫൈൻഡ് ദ ലീസ്റ്റ് കോസ്റ്റ് റൂട്ട്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട മിനിമം കോസ്റ്റ് എത്രയായിരിക്കും വരിക, അതൊന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ABCDE എന്നിങ്ങനെ കോളം തന്നിരിക്കുന്നു. ടു ഫ്രം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് ഈ ഡയഗണൽ എലമെൻറ്റ്സ് ഇൻഫിനിറ്റി തന്നെ തന്നിരിക്കുന്നത്, 0 അല്ല. അതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ തന്നെ നമുക്ക് റോ മിനിമം അങ്ങോട്ട് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഓരോ റോയിലെയും മിനിമം വാല്യൂ കണ്ടെത്തി എഴുതുന്നു. പിന്നെ എന്ത് ചെയ്യണം? റോ റിഡക്ഷൻ ചെയ്യാം. ഓരോ റോയിൽ നിന്നും ഈ മിനിമം വാല്യൂ മൈനസ് ചെയ്തതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നീട് കോളം മിനിമം കണ്ടെത്തുക, ഓരോ കോളത്തിലെയും മിനിമം വാല്യൂ കണ്ടെത്തുക. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കണ്ടെത്തിയ ഓരോ വാല്യൂസും മിനിമം വാല്യൂസും ഓരോ കോളത്തിൽ നിന്നും മൈനസ് ചെയ്യാം. അങ്ങനെ കോളം റിഡക്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കിട്ടിയ ബോക്സാണ് ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? റോ സ്കാനിങ് ചെയ്യുക. ഓരോ റോയിലും ഒരു 0 ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് റോ നോക്കിയപ്പോൾ ഒരു 0 ഉണ്ട്, മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. സെക്കൻഡ് റോ നോക്കിയപ്പോൾ 2 0 ഉണ്ട്. അപ്പം 2 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോയിൽ എന്താണ്? ഒരു 0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ ഇത് ഡിലീറ്റ് ആയി പോയേ. ഇനി സെക്കൻഡ് റോ നോക്കൂ, ഒറ്റ 0 അല്ലേ കാണുന്നുള്ളൂ, അപ്പോൾ അതും മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. തേർഡ് റോ നോക്കിയപ്പോഴും ഒരു 0 കാണുന്നുണ്ട്, അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. അടുത്ത റോയിലും ഒരു 0, അത് മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു. അടുത്ത റോയും അതുപോലെ തന്നെ മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. അപ്പോൾ റോ സ്കാനിങ് കംപ്ലീറ്റ് ആയി. ഇനി കോളം സ്കാനിങ് ആണ്. കോളം സ്കാനിങ് ഇനി ചെയ്യാൻ കോളം ഇല്ല, കാരണം ഒക്കെ നമ്മൾ വെട്ടിപ്പോയി അല്ലേ. അപ്പോൾ ഇനി റോസിൻ്റെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും റോസിൻ്റെ എണ്ണവും സീറോസിൻ്റെ എണ്ണവും ഈക്വൽ ആണോ നോക്കിയാൽ മതി. ഇവിടെ റോസ് 5 എണ്ണം ഉണ്ട്, അതുപോലെ സീറോസ് എത്ര എണ്ണം കാണുന്നുണ്ട് മാർക്ക് ചെയ്തത്? 5 എണ്ണം. അപ്പോൾ ഈക്വൽ ആണല്ലോ. സോ ദ സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ സെയിൽസ്മാൻ്റെ റൂട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിയാൽ മതി. റൂട്ട് കറക്റ്റ് ആയിട്ടില്ലെങ്കിലാണ് നമ്മൾ പറഞ്ഞ ഫേസ് 2 അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. എയിൽ നിന്ന്, അതായത് 0 എവിടേക്കാണോ മാർക്ക് ചെയ്തത് അതാണ് അദ്ദേഹത്തിൻ്റെ റൂട്ട്. എയിൽ നിന്ന് ആദ്യം പോകുന്നത് ഏതിലേക്കാണ്? ഇയിലേക്ക്. പിന്നെ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇയിൽ നിന്ന് വീണ്ടും ഏതിലേക്കാണ് വരുന്നത്? എയിലേക്ക്. ഇങ്ങനെ ശരിക്കും വരാൻ പാടില്ല. ഓക്കെ, എയിൽ നിന്ന് ബിയിൽ നിന്ന് ഒരു ഓർഡർ വേണം. അതായത് ഓരോ സിറ്റിയിലും ഒരു തവണ അദ്ദേഹം പോകാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് A to E to A എന്ന് പറയാൻ പാടില്ല. എല്ലാം കവർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ബിയും സിയും ഡിയും ഒന്നും കവർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒന്നും കൂടി പറയാം, A to E. പിന്നെ ഇയിൽ നിന്ന് ഏതിലേക്കാണ് പോകുന്നത്? എയിലേക്കാണ് അല്ലേ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം, ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി നോക്കാം. A to E, പിന്നെ ബിയിൽ എന്താ വരുന്നത്? B to C, C to D, D to B, E to A. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഓർഡറിൽ എഴുതുമ്പോൾ A to E, പിന്നെ വരുന്നത് E to A, പിന്നെ B to C അല്ലേ, പിന്നെ C to D, പിന്നെ D to B. ഒരു കണക്ഷൻ ഇല്ല നമുക്ക് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലത്തെ ഫേസ് 1 പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫേസ് 2 പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ഇതാ എഴുതിയിരിക്കുന്നു കണ്ടോ. ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? A to E, E to A. അതായത് അതിൽ തന്നിരിക്കുന്ന നമ്മൾ മാർക്ക് ചെയ്ത സീറോസിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ റൂട്ട് എഴുതിയിരിക്കുന്നത്. ഇത് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? A അസൈൻ ടു E, E അസൈൻ ടു A, B അസൈൻ ടു C എന്ന രീതിയിലാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ്മാൻ്റെ റൂട്ട് നോക്കുമ്പോൾ റൂട്ട് ഓഫ് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് ഇയിലോട്ട്, ഇയിൽ നിന്ന് എയിലോട്ട് വീണ്ടും വരിക. അപ്പോൾ അവിടെ എന്താണ്, പെട്ടെന്ന് ആ സംഭവം അങ്ങ് അവസാനിക്കുക. ബാക്കിയുള്ള സിറ്റി ഒന്നും അദ്ദേഹം കവർ ചെയ്യണമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, കണ്ടീഷൻസിൽ അങ്ങനെയല്ലല്ലോ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു
traveling salesman problem. TSP എന്ന് പറയുമ്പോൾ traveling salesman problem. This solution does not satisfy the condition because he starts from A and move to E and immediately return to A. അദ്ദേഹം എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ഇയിലേക്ക് പോകുന്നു, പെട്ടെന്ന് തന്നെ എയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് വിസിറ്റിംഗ് എനി അതർ സിറ്റീസ്, ബാക്കിയുള്ള സിറ്റി ഒന്നും വിസിറ്റ് ചെയ്യാതെ പെട്ടെന്ന് എയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എന്ത് ചെയ്യണം? സോ വി ഹാവ് ടു ഗോ ടു ഫേസ് 2. ഫേസ് 2 അവിടെ അപ്ലൈ ചെയ്യണം. ഇങ്ങനത്തെ കേസിൽ കേട്ടോ, ഇങ്ങനത്തെ കേസിൽ മാത്രം ഫേസ് 2 അപ്ലൈ ചെയ്യാം. ഫേസ് 2 ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് തൊട്ട് മുന്നേ വായിച്ചു തന്നു. എന്താണ്? ദ സൊല്യൂഷൻ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ ഇൻസ്പെക്ഷൻ. എങ്ങനെയാണ് ഈ ഫസ്റ്റ് മെത്തേഡ് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ കോളത്തിൽ വരുന്ന വാല്യൂസ് ഒന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കുകയാണ്. നോക്കൂ, ABCD എന്നുള്ള അതേ വാല്യൂസ് തന്നെ ഇങ്ങോട്ട് വരച്ചു. ഇങ്ങനെ വരച്ച ശേഷം ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം. 0 to 0 7 ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, സെലക്ട് ദ ലീസ്റ്റ് എലമെൻറ്റ് ആഫ്റ്റർ ദെൻ ഡു ദ റോ സ്കാനിങ് ആൻഡ് കോളം സ്കാനിങ്. ഇവിടെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് കഴിഞ്ഞ ബോക്സിൽ അതേ ബോക്സ് തന്നെ ഇങ്ങോട്ട് വരച്ചെടുത്ത ശേഷം ചെയ്യേണ്ടത്, ഇവിടെ തൊട്ട് മുന്നുള്ള പ്രോബ്ലം നോക്കൂ, എ ഇയിലേക്ക് അസൈൻ ചെയ്തപ്പോഴാണ് പ്രോബ്ലം വന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ ഇതിൽ 0 അല്ലാതെ വരുന്ന ഏതെങ്കിലും മിനിമം വാല്യൂ, അതായത് 1, ഇവിടുത്തെ മിനിമം വാല്യൂ ഏതാ? 1 ആണ്. അപ്പം അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യണം? എയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നം വന്നത്. സോ ആ 0 എന്നത് കൺസിഡർ ചെയ്യാതെ ആ 0നേക്കാൾ വേറൊരു മിനിമം വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. വേറൊരു മിനിമം വാല്യൂ കാണുന്നത് 1 അല്ലേ? ഓക്കെ, അപ്പോൾ ആ 1 മാർക്ക് ചെയ്യാം. ഓക്കെ, ആ റോയിലെ 1 മാർക്ക് ചെയ്യുക. ആ റോയിലെ മിനിമം വാല്യൂ 0 അല്ലാതെ വരുന്നത് ഏതാ? 1 ആണ്. 0 കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ആ 1 മാർക്ക് ചെയ്ത് ഈ 0നെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1 മാർക്ക് ചെയ്തു, ഒപ്പം തന്നെ വെർട്ടിക്കൽ ലൈൻ വരച്ചു, 0 കട്ട് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് റോ നോക്കുക. സെക്കൻഡ് റോയിലും ഇതുപോലെ നോക്കൂ, 4 ഇൻഫിനിറ്റി 0 7 0 എന്നാണ്. അപ്പോൾ സെക്കൻഡ് റോയിൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. 4 ഇൻഫിനിറ്റി 0 7 0 അത് അതുപോലെയല്ലേ എഴുതിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെലക്ട് ദ ലീസ്റ്റ് എലമെൻറ്റ് ആഫ്റ്റർ ദെൻ ഡു ദ റോ സ്കാനിങ് ആൻഡ് കോളം സ്കാനിങ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, 0 ആണ്. അത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തു. അത് മാർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഏതാ പറഞ്ഞിരിക്കുന്നത്? കോളം സ്കാനിങ് ആണ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ റോ സ്കാനിങ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായൊരു കാര്യം, എയിൽ നിന്ന് ഇയിലേക്ക് അസൈൻ ചെയ്യുമ്പോഴാണ് അവിടെ പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത് കൺസിഡർ ചെയ്യാതെ 0 എന്ന മിനിമം വാല്യൂ കൺസിഡർ ചെയ്യാതെ അതിനേക്കാൾ മിനിമം വാല്യൂ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? 1 ആണ് പിന്നെ മിനിമം വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ 1 മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 0 കട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തത്. 1 മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു, 0 കട്ട് ചെയ്തു. ഇനി സെക്കൻഡിൽ നോക്കുമ്പോൾ റോ സ്കാനിങ് ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ 2 0 കാണാം. 2 0 വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യണം എന്നല്ലേ പറയാം. അപ്പോൾ തേർഡ് റോയിലേക്ക് പോവാം. തേർഡ് റോയിലേക്ക് പോയപ്പോൾ അവിടെ ഒറ്റ 0യേ ഉള്ളൂ. അപ്പോൾ അത് മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി ഫോർത്ത് റോ നോക്കാം. ഫോർത്ത് റോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇത് കട്ട് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പോൾ ഫോർത്ത് റോയിൽ ഏതാ ഉള്ളത്? 9 2 ഇൻഫിനിറ്റി 1 ഉള്ളൂ. അതിലെ മിനിമം വാല്യൂ നോക്കുക. അതിലെ മിനിമം വാല്യൂ ഏതാ? 1 ആണ്. അത് മാർക്ക് ചെയ്യുക. ഇങ്ങനത്തെ കേസിൽ മാത്രമായിട്ട് ഇങ്ങനത്തെ മിനിമം വാല്യൂ എടുക്കാവൂ. 1 മാർക്ക് ചെയ്തു, അതിന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഇനി ഫോർത്ത് റോ ചെക്ക് ചെയ്തപ്പോൾ അവിടെ 2 0 കാണാം. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്കിപ്പ് ചെയ്യുക. അപ്പോൾ റോ സ്കാനിങ് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ കോളം സ്കാനിങ്. കോളം നോക്കുക. അതിലൊരൊറ്റ 0 കണ്ടു, അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അടുത്തതൊന്നും ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഡിലീറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തേൽ നോക്കൂ, ഇത് ഓൾറെഡി കട്ട് ചെയ്തതാ. ബാക്കി നോക്കുമ്പോൾ ഇവിടെ ഒരു 0 കാണാം. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി അടുത്തത് നോക്കൂ, അടുത്ത 2 എണ്ണം നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തതാ. അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫേസ് 2 ആണ് ഇപ്പോൾ ചെയ്തത്. എന്താ ചെയ്തത്? ഫേസ് 2ൽ ഇങ്ങനത്തെ കേസിൽ ആ ബോക്സ് അതേപോലെ വരച്ച ശേഷം ഏതാണോ പ്രശ്നം, അതായത് എയിൽ നിന്ന് ഇയിലേക്ക് അസൈൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം എന്ന് മനസ്സിലായി. അപ്പോൾ ആ 0 അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ 0 അല്ലാതെ വരുന്ന മിനിമം വാല്യൂ മാർക്ക് ചെയ്ത് വെർട്ടിക്കൽ ലൈൻ വരച്ചു.
ഇനി സെക്കൻഡ് റോയും തേർഡ് റോയും ഒക്കെ നോക്കിയപ്പോൾ അതിൽ ഇവിടെ നോക്കൂ 2 0 വരുന്നുണ്ട്, ഇവിടെ ഒറ്റ 0 വരുന്നുള്ളൂ. അപ്പോൾ മാർക്ക് ചെയ്യാം, വെർട്ടിക്കൽ ലൈൻ വരച്ചു. അടുത്തതിൽ നോക്കുമ്പോൾ 1 ആണ് മിനിമം വാല്യൂ വരുന്നത്. ഇങ്ങനത്തെ കേസിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ. അപ്പോൾ 1 മാർക്ക് ചെയ്തിട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചു. അടുത്തതിൽ 2 0 വരുന്നതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വീണ്ടും കോളം സ്കാനിങ്ങും ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലെ ഓരോ മാർക്ക് ചെയ്ത പൊസിഷനും, സീറോസിൻ്റെ കാര്യമല്ല, മാർക്ക് ചെയ്ത പൊസിഷൻ അനുസരിച്ചിട്ട് വേണം ആ സെയിൽസ്മാൻ്റെ റൂട്ട് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ശരിയാവോ നോക്കാം. ഇവിടെ സെയിൽസ്മാൻ പോകുന്നത് എങ്ങനെയാണ് മാർക്ക് ചെയ്തത് നോക്കുക. എയിൽ നിന്ന് ബിയിലേക്ക്. ഇനി ബി എവിടെ കിടക്കുന്നത് നോക്കുക. ബി ഇവിടെ അല്ലേ, ബിയിൽ നിന്ന് ഏതിലോട്ടാണ് പോകുന്നത്, സിയിലേക്ക്. ഇനി സി എവിടെ കിടക്കുന്നത്, സി ഇവിടെ. സിയിൽ നിന്ന് ഏതിലോട്ട് പോകുന്നു, ഡിയിലേക്ക്. ഡിയിൽ നിന്ന് ഏതിലേക്ക് പോകുന്നു, ഇയിലേക്ക്. ഇയിൽ നിന്ന് നേരെ ഏതിലേക്കാണ് വരുന്നത്, എയിലേക്ക്. അപ്പോൾ കറക്റ്റ് ആയല്ലോ സെയിൽസ്മാൻ്റെ റൂട്ട്. അപ്പോൾ നമുക്ക് ആ സെയിൽസ്മാൻ്റെ റൂട്ട് ഇവിടെ നോക്കി എഴുതാം. സോ ദ റൂട്ട് ഓഫ് സെയിൽസ്മാൻ എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു ഇ, ഇ ടു എ. ഇനി അതിൻ്റെ കോസ്റ്റ് നമുക്ക് കണ്ടെത്തിയൂടെ. എ ടു ബി എന്നതിൻ്റെ കോസ്റ്റ്, അതായത് സെക്കൻഡ് പൊസിഷനിലുള്ള കോസ്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതെത്രയാ, 2. പിന്നെ അടുത്തത് എന്താ വരുന്നത്, ബി ടു സി എന്നാണ്. ബി ടു സി എന്ന് പറയുമ്പോൾ ഇത് 3 പ്ലസ് സി ടു ഡി, സി ടു ഡി എന്ന് പറയുമ്പോൾ 4 പ്ലസ് ഡി ടു ഇ 5 പ്ലസ് ഇ ടു എ 1. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 15 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് 2 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നന്നായി ചെയ്ത് പഠിക്കാം. അതേപോലുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ഇനി പറയാൻ പോകുന്നതും. നോക്കാം. ഫേസ് 1ഉം ഫേസ് 2ഉം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ സെയിൽസ്മാൻ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾക്ക് ഹോംവർക്കായി തന്നിരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. എ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്ലാൻസ് ടു വിസിറ്റ് 5 cities ABCD. The traveling expense in thousands between these cities is shown below. How should be scheduled his touring plan in order to minimize the total traveling cost? Find the optimum traveling cost. ഇവിടെ ഇങ്ങനൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ രീതിയിൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ചെയ്ത് നോക്കാം. അപ്പോൾ ആൻസർ ഇവിടെ ഉണ്ട്. നമുക്ക് ഹോംവർക്കായിട്ട് തന്നതായിരുന്നു. അപ്പോൾ റോ മിനിമം കണ്ടെത്തുന്നു, പിന്നീട് റോ റിഡക്ഷൻ, കോളം റിഡക്ഷൻ, പിന്നീട് അതിൻ്റെ റൂട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അതായത് ഫുള്ള് കവർ ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ഫേസ് 2ലേക്ക് പോകും. ഫേസ് 2ലേക്ക് പോകുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് ഇവിടെ വന്നത് ആ ബോക്സ് അതുപോലെ അങ്ങോട്ട് വരച്ചെടുത്ത ശേഷം ഇവിടെ പ്രശ്നം വന്നത് എയിൽ നിന്ന് ഇയിലേക്ക് പോയപ്പോഴാണ്. അപ്പോൾ ആ 0 കട്ട് ചെയ്തിട്ട് അവിടെ വരുന്ന മിനിമം വാല്യൂ മാർക്ക് ചെയ്യുക. മറ്റേ പ്രോബ്ലം ചെയ്ത അതേപോലെ തന്നെ. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് റൂട്ട് കിട്ടും, കോസ്റ്റും കിട്ടും. ഓക്കെ, ഇതേപോലെ മറ്റൊരു പ്രോബ്ലം കൂടി ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡൊക്കെ പറയാം. ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. റോ റിഡക്ഷൻ, കോളം റിഡക്ഷൻ. അപ്പോൾ ഇവിടെ ഓക്കെ അല്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ ഈ രീതിയിലാണ് റൂട്ട് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫേസ് 2 അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഫേസ് 2 അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഫേസ് 2 അപ്ലൈ ചെയ്യുമ്പോൾ ചില കേസിൽ അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാത്ത കേസിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഫേസ് 3ലേക്ക് പോകേണ്ടി വരും. ഫേസ് 3ലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഫേസ് 2 അപ്ലൈ ചെയ്തു, പക്ഷേ അപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിലാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ബോക്സ് വീണ്ടും വരയ്ക്കുക. അങ്ങനെ വരച്ച ബോക്സാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ABCD എന്നുള്ള രീതിയിൽ ബോക്സ് കാണിച്ചിരിക്കുന്നു. അതിൻ്റെ വാല്യൂസ് അതുപോലെ എഴുതി. അപ്പോൾ എവിടെയാണ് നമുക്ക് പറ്റാത്തത്, എയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോഴാണ് പറ്റാത്തത്. അപ്പോൾ ആ 0 അങ്ങ് കട്ട് ചെയ്ത് അതിലെ മിനിമം വാല്യൂ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 0 കട്ട് ചെയ്യുമ്പോൾ മിനിമം വാല്യൂ ഏതാ വരെ, ഈ 0 ആണ്. അപ്പോൾ ഈ 0 വേണം അടുത്ത കോളത്തിൽ മാർക്ക് ചെയ്യാമെന്ന് ഓർക്കുക. അപ്പം ഈ 0 കട്ട് ചെയ്തിട്ട് ഈ 0 മാർക്ക് ചെയ്യുക, വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ബാക്കിയുള്ളതിലൊക്കെ റോ സ്കാനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇവിടെ പറ്റില്ലല്ലോ, 2 0 അല്ലേ. അടുത്തതിൽ റോ സ്കാനിങ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റില്ല, കാരണം ഇത് ഓൾറെഡി ഈ 0 കട്ട് ചെയ്ത് പോയി, അതിന് പിന്നെ ബാക്കി 0 അല്ലേ. അടുത്തതിലോ 2 ഇവിടെ നോക്കുമ്പോൾ ഇത് കട്ട് ചെയ്ത് പോയി, അപ്പോൾ ഇനി ഒരു 0 ഉള്ളൂ. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തു, വെർട്ടിക്കൽ ലൈൻ വരച്ചു. പിന്നെ കോളം സ്കാനിങ് ചെയ്യുക. കോളം സ്കാനിങ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി വെട്ടിപ്പോയി, ഇതും വെട്ടിപ്പോയി. ഇനി ഇവിടെ മാത്രമാണ് ഒരു 0 ഉള്ളത്, അത് മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി ഇതിൻ്റെ
കറക്റ്റ് പൊസിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് റൂട്ട് നോക്കുക. അപ്പോൾ സെയിൽസ്മാൻ്റെ റൂട്ട് എയിൽ നിന്ന് ബിയിലേക്ക് മാർക്ക് ചെയ്ത ഭാഗം നോക്കുക. പിന്നെ ബി എവിടെ കിടക്കുന്നത്? ബി ഇവിടെ. ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഏതിലേക്ക് പോകുന്നു? ഡിയിലേക്ക്, ഡിയിൽ നിന്ന് നേരെ എയിലേക്ക്. നോക്കിക്കേ, എയിൽ നിന്ന് തുടങ്ങി എയിൽ തന്നെ അവസാനിക്കുന്നുണ്ട്. എല്ലാ സിറ്റീസും അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കറക്റ്റ് വാല്യൂ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ അതേ പൊസിഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ആൻസർ 22 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ റൂട്ട് ഒന്നുകൂടി ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എ ടു ബി, ബി ടു സി, സി ടു ഡി, ഡി ടു എ. അത് ഒന്നിച്ചിട്ട് കണക്ട് ചെയ്ത് വരച്ചതാണ് ഈ കാണുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം. അതിൽ തന്നെ ഫേസ് 1 അപ്ലൈ ചെയ്യാനുള്ളതും ഉണ്ടാവും, ഫേസ് 2 അപ്ലൈ ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം, ഹോംവർക്കും ചെയ്യുക. ഓക്കെ.